വെൽക്കം ടു 100K കോഡിംഗ് ചലഞ്ച്. ഇന്ന് നമ്മൾ നാലാമത്തെ ദിവസമാണ്. ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയെന്ന് വിചാരിക്കുന്നു. നാലാമത്തെ ദിവസത്തെ കോഡിങ്ങിലോട്ട് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഡെയിലി ടിപ്സ് നോക്കാം. ഇന്നത്തെ ഡെയിലി ടിപ്സിൽ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ ഹാബിറ്റ്സിനെ കുറിച്ചാണ്. നമ്മൾ ഇന്നലെ ഡിസിപ്ലിൻ വരെയാണ് കാര്യങ്ങളാണ് പറഞ്ഞത്. ഡിസിപ്ലിൻ ആവണം, ഡിസിപ്ലിൻ ഈക്വൽസ് ഫ്രീഡം എന്നുള്ള കൺസെപ്റ്റൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഡിസിപ്ലിൻ ആവാന്ന് വെച്ചാൽ എങ്ങനെയൊക്കെ, എന്ത് രീതിയിൽ എങ്ങനെ ഡിസിപ്ലിൻ ആവാന്നുള്ളതിനെ കുറിച്ചൊരു വ്യക്തമായിട്ടുള്ള രൂപം ഉണ്ടാവില്ല. എല്ലാവർക്കും പറയാൻ പറ്റും ഇത് ഡിസിപ്ലിൻ ആവാന്നുള്ളത്. അപ്പോൾ എവിടെ മുതൽ അത് സ്റ്റാർട്ട് ചെയ്യണം? അതിൽ പ്രധാന ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു നല്ലൊരു ഇൻകം, കരിയർ അല്ലെങ്കിൽ നല്ലൊരു സൂപ്പർ സക്സസ് മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളെ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഇന്നലെ വരെ ജീവിച്ച ലൈഫ് സ്റ്റൈൽ എന്താണോ അതുതന്നെയാണ് ഇന്നും നാളെ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നതെങ്കിൽ ഒരു ചേഞ്ചും ഉണ്ടാവില്ല. നിങ്ങൾ ആഗ്രഹിച്ചിട്ടും കാര്യമില്ല, നിങ്ങൾ ഒരു ചേഞ്ചും ഉണ്ടാവില്ല. ചേഞ്ച് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ, അതായത് നിങ്ങളുടെ ഹാബിറ്റിൽ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊണ്ടുവരണം. അതെങ്ങനെ ചെയ്യാം? എല്ലാ ഹാബിറ്റ്സും കൂടെ നിങ്ങൾക്ക് ഒരുമിച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഹെൽത്ത് സെറ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും, നിങ്ങൾക്ക് കരിയർ സെറ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും, നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലോട്ട് എത്താൻ വേണ്ടി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ലൈഫിൽ ചേഞ്ച് ചെയ്യണം ആഗ്രഹം ഉണ്ടാവും, നിങ്ങൾക്ക് സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. എല്ലാം കൂടെ ഒരുമിച്ച് സെറ്റ് ചെയ്യാനുള്ള ഹാബിറ്റ്സൊക്കെ ഡിഫൈൻ ചെയ്ത് എഴുതിണ്ടാക്കിയിട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും പോസിബിൾ ആയിക്കൊള്ളണമെന്നില്ല. അതായത് കുറച്ച് വിരലുണ്ടാവുന്ന ആൾക്കാർക്ക് മാത്രമേ അങ്ങനെ ഡിസൈഡ് ചെയ്ത് അത്രയും കമ്മിറ്റഡ് ആയാൽ ചെയ്യാൻ പറ്റും. പക്ഷേ അല്ലാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ ചെയ്യാൻ പറ്റും? അവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 1% എങ്കിലും, ഒരു ചെറിയ കാര്യമെങ്കിലും ഇന്നലത്തേനെ വ്യത്യാസപ്പെട്ടിട്ട് ഇന്ന് എന്തെങ്കിലും ചേഞ്ച് ആഡ് ചെയ്ത് കൊണ്ടുവരണം. അതിപ്പോൾ രാവിലെ എണീക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, നിങ്ങൾ ഇപ്പോൾ നമ്മൾ ഈ ട്യൂട്ടോറിയൽ വർക്കൗട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഇതുവരെ നിങ്ങൾ ഇത്രയും കാലം ട്യൂട്ടോറിയലൊന്നും വർക്കൗട്ട് ചെയ്യാത്ത ഒരാളാണെങ്കിൽ പോലും ഡെയിലി ട്യൂട്ടോറിയൽ എടുക്കുക, വർക്കൗട്ട് ചെയ്യുക, അങ്ങനെയുള്ള കണ്ടിന്യൂസ് ആയിട്ടൊരു എഫേർട്ട് കുറച്ച് ചെറിയൊരു പെർസെൻറ്റ്, ഒരു ½ an hour അല്ലെങ്കിൽ ഒരു 1 hour എങ്കിലും ഇതിന് സ്പെൻഡ് ചെയ്യാം. അപ്പോൾ അതിനൊരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ, അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു ½ an hour 1 hour സ്പെൻഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആരും അപ്രീഷിയേറ്റ് ചെയ്യാണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഒരു വർക്കൗട്ടിന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ട്യൂട്ടോറിൽ വർക്കൗട്ട് ചെയ്യുന്ന സമയത്താണ് ഇനീഷ്യലി നിങ്ങൾ ആരും അപ്രീഷിയേറ്റ് ചെയ്യില്ല, ആരും നിങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല. ആരും ചിലപ്പോൾ ഒന്നുമില്ലെങ്കിൽ ചിലപ്പോൾ 2 ആൾ കളിയാക്കിയെന്നെങ്കിലും വരും, തുടങ്ങി എന്നുള്ള രീതിയിൽ കളിയാക്കും. അപ്പോൾ ആ ഒരു ഇതൊക്കെ ഇനീഷ്യലി സൈലൻ്റ് ആണ്, നമ്മളെ വർക്കൗട്ട് സൈലൻ്റ് ആണ്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ആ 1% ഉണ്ടാക്കിയൊരു ചേഞ്ച് ഉണ്ടല്ലോ, ലൈഫിൽ ഉണ്ടാക്കിയ ചേഞ്ച്, ഹാബിറ്റിൽ ഉണ്ടാക്കിയ ചേഞ്ച്, ആ ചേഞ്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു 6 months to 1 year ടൈമിനുള്ളിൽ നിങ്ങൾക്ക് വലിയൊരു റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അത് ഹാബിറ്റിൻ്റെ ഒരു റിസൾട്ട് നോക്കുമ്പോൾ അങ്ങനെയാണ്. അതായത് ചെറിയ ചെറിയ ചേഞ്ചുകളാണ് നമുക്ക് ഉണ്ടാക്കാൻ പഠിക്കേണ്ടത്. അല്ലാതെ ഒറ്റയടിക്ക് ഒരുമിച്ചൊരു ചേഞ്ച് ഉണ്ടാക്കിയിട്ട് അത് കണ്ടിന്യൂ ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാവും. ഇന്നലെ വരെ ജീവിച്ച സ്റ്റൈലിൽ നിന്ന് പെട്ടെന്ന് ചേഞ്ച് ഉണ്ടാക്കാം ഒരു ഒട്ടുമിക്ക ആൾക്കാർക്ക് ഒരു ദിവസം 2 ദിവസമൊക്കെ നമ്മൾ ഈ സ്പാർക്ക് എന്നുള്ള രീതിയിൽ പെട്ടെന്ന് ഉണ്ടാക്കും. ഒരു ദിവസം 2 ദിവസമൊക്കെ ഇപ്പോൾ ഇന്ന് മുതൽ ജിമ്മിന് പോവുക, അന്ന് മുതൽ നമുക്ക് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുക, അന്ന് മുതൽ വർക്കൗട്ട് തുടങ്ങുക, ഇന്ന് മുതൽ ടെക്ക് കാര്യങ്ങൾ ട്യൂട്ടോറിയൽ നമ്മളെല്ലാം കംപ്ലീറ്റ് ഇതൊക്കെ തീരുമാനിക്കുക. ഒരു ദിവസം 2 ദിവസം തീരുമാനിക്കുക. അതിന് പകരം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ചെറിയ ഹാബിറ്റ്സ്, നമ്മൾ പറഞ്ഞ പോലെ ചെറിയ ഒരു കാര്യം ആഡ് ചെയ്ത് കൊണ്ടുവരിക. അതിൻ്റെ റിസൾട്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ 2ാമത്തെ പെർസെൻറ്റേജ്, 3ാമത്തെ പെർസെൻറ്റേജ് ആയിട്ട് പല കാര്യങ്ങൾ ആഡ് ചെയ്ത് തുടങ്ങിക്കോളും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ കോഡ് ചെയ്യാൻ തീരുമാനിച്ച ഒരാളാണെങ്കിൽ, ഇപ്പോൾ നമ്മളെല്ലാവരും ഈ വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവരും കോഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കോഡ് ചെയ്യാൻ തീരുമാനിച്ച ഒരാളാണെങ്കിൽ ഇതുവരെ നിങ്ങൾ കോഡ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ നിങ്ങൾ ഇന്ന് മുതൽ എന്ത് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ½ an hour 1 hour എങ്കിലും കോഡ് ചെയ്യാൻ ഇരിക്കുമെന്ന് ഡിസൈഡ് ചെയ്യുക. അതെന്ത് വന്നാലും, സാറ്റർഡേ ആണോ സൺഡേ ആണോ, ക്ലാസ് ഉണ്ട്, കോളേജ് ഉണ്ട്, വർക്ക് ഉണ്ട്, പല എക്സ്ക്യൂസസ് മാറ്റിയിട്ട് ഒരു ½ an hour 1 hour നിങ്ങൾ എന്ത് ചെയ്യുക, കോഡിന് മുന്നിൽ ഇരിക്കുക. ജസ്റ്റ് ഇരിക്കെങ്കിലും ചെയ്യുക. ഇരുന്ന് ചെയ്തോളണമെന്നില്ല, പക്ഷെ ഒന്ന് ട്യൂട്ടോറിയലൊന്ന് വാച്ച് ചെയ്യുക. ഇനിയിപ്പോൾ നമ്മളെ വീഡിയോ അല്ലെങ്കിൽ വേറൊരു വീഡിയോ ആണെങ്കിലും അതിന് ബന്ധപ്പെട്ട ഒരു സബ്ജക്റ്റ് ഒരു ½ an hour വാച്ച് ചെയ്യുക, അറ്റ്ലീസ്റ്റ് വീഡിയോ കാണെങ്കിലും ചെയ്യുക. അങ്ങനെ ഒരു ½ an hour 1 hour നിങ്ങൾ ഇരിക്കുമ്പോഴുള്ള പ്രത്യേകത എന്താ വെച്ചാൽ ഒരു 6 months to 1 year ടൈമിനുള്ളിൽ നിങ്ങൾ എത്രത്തോളം ടൈം അതിന് സ്പെൻഡ് ചെയ്യുന്ന ആലോചിക്കുക. അതിൻ്റെ റിസൾട്ട് ഭയങ്കരമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ചേഞ്ച് എന്ത് ചെയ്യുക, നിങ്ങൾ ഇന്ന് മുതൽ ഉണ്ടാക്കി തുടങ്ങിയേ പറ്റൂ. അതുപോലെ ഈ ഒരു ട്യൂട്ടോറിയൽ കഴിഞ്ഞ് നമ്മളൊരു 10 days കഴിഞ്ഞ ട്യൂട്ടോറിയൽ കഴിയും. ഈ ട്യൂട്ടോറിയൽ കഴിഞ്ഞാലും എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ നിങ്ങൾ CO ജാവയായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പല കാര്യങ്ങൾ ഇനിയും യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് വേറെ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ PDF ബുക്സ് അവൈലബിൾ ആണ്. ഇത് ഏതെങ്കിലുമൊക്കെ ഫോളോ ചെയ്തിട്ട് ചെറിയ പ്രൊജക്റ്റുകളായിട്ടോ ചെറിയ സാമ്പിൾ പ്രോഗ്രാമുകളായിട്ടോ ചെയ്തുകൊണ്ടേയിരിക്കുക. കുറച്ച് സമയം ഇതിൽ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. പതിയെ റിസൾട്ട് കാണുമ്പോൾ നിങ്ങളെ ചേഞ്ചിൻ്റെ ഇപ്പോൾ ഈ ½ an hour 1 hour നമ്മൾ പറഞ്ഞല്ലോ, ഈ ½ an hour 1 hour ചേഞ്ച് ചെയ്യുന്ന ടൈമും കൂടെ ഉണ്ട്, അത് ഇൻക്രീസ് ചെയ്യുന്ന ടൈമും കൂടെ ഉണ്ട്. കുറച്ച് റിസൾട്ട് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, മറ്റുള്ളവർ നമ്മൾ അംഗീകരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ റിസൾട്ട്, അതായത് നിങ്ങൾ വർക്കൗട്ടിൻ്റെ ടൈം നിങ്ങൾ തന്നെ ചേഞ്ച് ചെയ്തോളൂ ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് ഒരു ½ an hour 1 hour ഡെയിലി സ്പെൻഡ് ചെയ്യുക. എന്ത് വന്നാലും ഒരു ½ an hour 1 hour സ്പെൻഡ് ചെയ്തിരിക്കണം നമ്മുടെ ഈ കോഡിങ്ങിൽ. അവിടെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. അതായത് നമ്മളിപ്പോൾ ഡെവലപ്പേഴ്സിന് പറ്റുന്നൊരു മിസ്റ്റേക്ക്, എനിക്കും പറ്റിയുള്ളൊരു മിസ്റ്റേക്കാണ്. നമ്മൾ
കോഡ് ചെയ്യാൻ തുടങ്ങുന്ന ഒട്ടുമിക്ക ഡെവലപ്പേഴ്സും നമ്മൾ കീപ്പ് ചെയ്യുന്ന ടൈമിംഗ് എന്ന് വെച്ചാൽ നമ്മളൊരു ഈവനിങ് ഇരിക്കും, അല്ലെങ്കിൽ ഒരു നൈറ്റ് ഇരിക്കും. നൈറ്റ് 2 o'clock 3 o'clock വരെയൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഞാനും കരിയർ തുടങ്ങിയ സമയത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പോൾ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തുടങ്ങുന്ന കരിയർ തുടങ്ങുകയാണെങ്കിലും നിങ്ങൾ വിചാരിക്കും ഓക്കെ നല്ല ടൈമിംഗ് ആണ്, ആരും ശല്യപ്പെടുത്താനില്ല, 2 മണി 3 മണി ഒറ്റയ്ക്ക് ഇരുന്ന് കോഡ് ചെയ്യുക, റിസർച്ച് നടത്തി കണ്ടെത്താൻ, കുറേ റിസൾട്ട് ഉണ്ടാക്കേണ്ടത്, എന്നിട്ട് കിടന്നുറങ്ങിയിട്ട് നമ്മളൊരു 10 മണി 11 മണിയാകുമ്പോൾ എണീക്കും. ഈ ഒരു ഹാബിറ്റ് രൂപപ്പെട്ട് കഴിഞ്ഞാൽ ഭയങ്കര പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഒരു വലിയ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ വലിയൊരു കമ്പനി കയറിയിട്ട് വർക്ക് ചെയ്യണ സമയത്ത് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ അവിടെ ചിലപ്പോൾ ഭയങ്കര ടൈമിംഗ് ഇഷ്യൂ വരും. നിങ്ങൾ വലിയ ടീം ചിലപ്പോൾ ആ ടീമിലെ എംപ്ലോയീസ് എല്ലാവരും കൂടെ രാവിലെ ഒരു മോർണിംഗ് 8 o'clock 9 o'clock ഒക്കെ ആയിരിക്കും ഓഫീസിൽ വരുന്നത്. അവരൊരു 5 6 ആകുമ്പോൾ ഓഫീസിൽ നിന്ന് ലീവ് ചെയ്യുന്ന ടൈമിംഗ് ആയിരിക്കും. പക്ഷേ വലിയ ടീമായി കഴിയുമ്പോൾ അല്ലെങ്കിൽ വലിയ നിങ്ങൾ കരിയർ ഗ്രോ ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മൾ പറഞ്ഞ പോലെ, അതായത് നമ്മൾ പറഞ്ഞില്ല ഇന്നലെ പറഞ്ഞ കൺസെപ്റ്റ് ഡിസിപ്ലിൻ ഈക്വൽസ് ഫ്രീഡം എന്നുള്ള കൺസെപ്റ്റ്. അപ്പോൾ ഡിസിപ്ലിൻ ഈക്വൽസ് ഫ്രീഡം എന്നുള്ള കൺസെപ്റ്റ് അവിടെ വരുന്നത്. അതായത് കുറച്ച് കരിയർ ഇമ്പ്രൂവ് ആയി കഴിഞ്ഞാൽ, കുറച്ച് ലെവലിലോട്ട് നിങ്ങൾ കരിയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ ടീം ഒക്കെ ആ ലെവലിലോട്ട് ഗ്രോ ചെയ്ത ആൾക്കാരായിരിക്കും. അവർക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഫ്രീഡം ആയിരിക്കും. അവർ പ്രോപ്പർ ടൈമിങ്ങിൽ വന്ന് പ്രോപ്പർ ടൈമിൽ പോകുന്ന ആൾക്കാരായിരിക്കും കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ ആ ഫ്രീഡം അപ്പോൾ യൂട്ടിലൈസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവിടെ നിങ്ങൾ ഈ ഒരു ടൈമിംഗ് വെച്ച് ചെന്നാൽ എങ്ങനെ ഉണ്ടായിരിക്കും? നിങ്ങൾക്ക് ആ ടീമിനോട് ഒത്തുപോകാൻ പറ്റാത്തൊരവസ്ഥ വരും. ഒട്ടുമിക്ക ഡെവലപ്പേഴ്സിനും, എനിക്കും എൻ്റെ കരിയറിൽ ഉണ്ടായിട്ടുള്ളൊരു ഇതുണ്ട്. അതായത് ഇങ്ങനെ ഒരു ടൈമിങ്ങിൻ്റെ ഒരു പ്രോബ്ലം, പിന്നെ അത് മാറ്റിയെടുക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ ടീം മീറ്റിംഗ് വരിക, അതേപോലെ ടീമിനോട് കൂടെ സ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ, റിലീസുകൾ വരിക, ക്ലയൻറ്റ് മീറ്റിങ്ങുകൾ വരിക, ഇതൊക്കെ ടൈമിങ്ങിലായിരിക്കും. 9 o'clock അല്ലെങ്കിൽ 8 o'clock ആയിരിക്കും. ഇവിടെ നമുക്ക് എത്തിച്ചേരാൻ പറ്റാത്തൊരവസ്ഥ വരും. നമ്മുടെ ടൈമിംഗ് എപ്പോഴാണ്? നൈറ്റ് 12 2 o'clock 3 o'clock കഴിഞ്ഞിട്ട് കിടന്നുറങ്ങി എണീക്കാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ ആ ഒരു പ്രാക്ടീസ് ഇല്ലാതിരിക്കാൻ ഡെവലപ്പേഴ്സ് വളരെയധികം ശ്രദ്ധിക്കുക. അത് ഭയങ്കര വലിയൊരു ഫാക്ടറാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലായില്ല, കുറച്ച് ഗ്രോ ചെയ്യുമ്പോൾ മാത്രമേ അതിൻ്റെ വാല്യൂ മനസ്സിലാവുള്ളൂ. എത്രയും പെട്ടെന്ന് ആ ലൈഫ് സ്റ്റൈൽ എത്രയും പെട്ടെന്ന് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഓക്കെ ഞാൻ വലിയ കമ്പനിയിലൊന്നും വർക്ക് ചെയ്യാൻ പോകണമെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യണമെന്ന് വെക്കുക. അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും. വെച്ചാൽ ഞാൻ എൻ്റെ ഫ്രീലാൻസിങ് വർക്കോ അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിൽ പോലും അവിടെ എന്ത് വേണ്ടി വരും എന്ന് വെച്ചാൽ ഈ ഒരു മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഗ്രോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള ആൾക്കാരെ കണക്ട് ചെയ്തേ പറ്റൂ. ഈ മറ്റുള്ള ആൾക്കാരെ കണക്ട് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി ഗ്രോത്ത് ഉള്ള ആൾക്കാരെ അല്ലെങ്കിൽ ഗ്രോ ചെയ്തിട്ടുള്ള ആൾക്കാരെ കണക്ട് ചെയ്യുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇവർക്കൊക്കെ ഈ ടൈമിങ്ങുള്ള ആൾക്കാർ. അപ്പോൾ നിങ്ങൾ ഇവരെ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഈ ടൈമിങ് ഭയങ്കര വിഷയമായിട്ട് വരും. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ ഒരു കാര്യം മാറ്റിയിട്ട് വേണം കോഡ് ചെയ്യാൻ. ഒരു 12 മണി മാക്സിമം 11 മണി വരെയൊക്കെ ഇപ്പോൾ പഠിക്കാൻ പോകുന്നൊരു 11 മണി വരെയൊക്കെ ടൈം വെച്ചിട്ട് മോർണിംഗ് എണീച്ച് വർക്കൗട്ട് ചെയ്യാം. വേണമെങ്കിൽ 10 o'clock ഉറങ്ങിയിട്ട് ഒരു 5 o'clock രാവിലെ എണീക്കുക, അല്ലെങ്കിൽ 4 o'clock രാവിലെ എണീച്ചിട്ട് വർക്കൗട്ട് ചെയ്യുക. അങ്ങനത്തെ ഒരു റിസൾട്ട് ഉണ്ടാക്കുക. ഇനി ഇന്നൊരു ബുക്ക് റെഫർ ചെയ്യാണ്ട് എങ്ങനെ ഈ ഒരു ചെറിയ ചേഞ്ച് ഉണ്ടാക്കിയിട്ട് നല്ലൊരു ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചും നല്ലൊരു സ്കില്ല് സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു അറ്റോമിക് ഹാബിറ്റ്സ് എന്നുള്ള ജെയിംസ് ക്ലിയറിൻ്റെ ഒരു ബുക്ക് ഉണ്ട്. ഈ ബുക്ക് നിങ്ങൾ റീഡ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഈ ബുക്ക് റീഡ് ചെയ്യാൻ പറയുന്ന കാര്യം പറയുമ്പോൾ നിങ്ങളെന്താ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, ബുക്ക് റീഡ് ചെയ്യണ ഈ ഒരു നമ്മൾ പറഞ്ഞിട്ടുള്ളപ്പോൾ FU മണി ആയാലും നമ്മുടെ ഇന്നലെ പറഞ്ഞ ബുക്ക് ഏതായിരുന്നു? ഡിസിപ്ലിൻ ഈക്വൽ ടു ഫ്രീഡം, അതേപോലെ എക്സ്ട്രീം ഓണർഷിപ്പ്, ഇപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുള്ള അറ്റോമിക് ഹാബിറ്റ്സ്, ഈ ബുക്കുകളൊക്കെ നമുക്ക് ഇവരുടെയൊക്കെ സ്പീച്ചായിട്ടൊക്കെ വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഈ ബുക്കിൻ്റെ പേരൊന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്യുകയെങ്കിലും ചെയ്യുക. ഇപ്പോൾ വായിക്കാൻ മടിയുള്ള കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മളും തുടക്കത്തിലൊക്കെ അങ്ങനെ ആയിരുന്നു, അത് വായിക്കാൻ ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ യൂട്യൂബിൽ ഇവരെ വീഡിയോ കാണുമ്പോൾ ഇപ്പോൾ ജെയിംസ് ക്ലിയറിൻ്റെ ഒക്കെ സ്പീച്ചും ഡിസ്കഷനൊക്കെ കാണാൻ പറ്റും. ഈ ഡിസ്കഷനൊക്കെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ബുക്ക് പർച്ചേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാതെ എല്ലാവരും ആദ്യം തന്നെ ചിലപ്പോൾ റീഡിങ് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരായിക്കൊള്ളുന്നില്ല. ഒട്ടുമിക്ക ആൾക്കാർ റീഡിങ് ഇൻട്രസ്റ്റ് കുറവാണ് ഇപ്പോൾ എല്ലാവർക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ആദ്യം വീഡിയോ ഒന്ന് എടുത്ത് കാണുക. അപ്പോൾ ജസ്റ്റ് കാണുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ എന്ത് ചെയ്യുക. അല്ല പിന്നെ ഓഡിയോ ബുക്കായിട്ട് യൂട്യൂബിൽ ഒട്ടുമിക്ക അവൈലബിൾ അല്ല. ഇപ്പോൾ FU മണിയൊക്കെ ഓഡിയോ ബുക്ക് അവൈലബിൾ ആണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ എല്ലാം ഒട്ടുമിക്കത് അവൈലബിൾ ആണ്. പിന്നെ അവർ സ്പീച്ചിൽ തന്നെ ഈ കൺസെപ്റ്റുകളൊക്കെ പറയുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവണമെങ്കിൽ നമുക്ക് ബുക്ക് നോക്കണം, ബുക്ക് പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്രീ ഡൗൺലോഡ് കിട്ടാനുള്ളത് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ റെഫർ ചെയ്തിട്ടുള്ള വീഡിയോസ് എങ്കിലും യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഡെയിലി ടിപ്സ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യുക, വീഡിയോയിലോട്ട് ഇന്നത്തെ ട്യൂട്ടോറിയലോട്ട് പോകാം. നമുക്ക് ഫോർ ലൂപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ലൂപ്പ് എന്താണെന്നുള്ളതാണ്. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഒരു സെഷനാണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ലൂപ്പ് പഠിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് നമുക്ക് ചെറിയൊരു കാര്യം കൂടി പഠിക്കാനുണ്ട്. അത് പ്രീ ഇൻക്രിമെൻ്റ് ആൻഡ് പോസ്റ്റ് ഇൻക്രിമെൻ്റ് ആണ്. പ്രീ ഇൻക്രിമെൻ്റ് എന്താണെന്ന്, പോസ്റ്റ് ഇൻക്രിമെൻ്റ് എന്താണെന്നുള്ള ഡൗട്ട് ഒട്ടുമിക്ക ആൾക്കാർക്കുണ്ട്. ഒട്ടുമിക്ക ഇൻ്റർവ്യൂസിൽ ഇത് ചെറിയ ട്രിക്കി ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് നോക്കാം. അപ്പോൾ ഓൾറെഡി ഇവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് പ്രീ ഇൻക്രിമെൻറ്റും പോസ്റ്റ് ഇൻക്രിമെൻറ്റും. പ്രീ ഇൻക്രിമെൻ്റ് എന്ന് പറയുമ്പോൾ അതായത് പ്ലസ് ഇത് എന്നുള്ളൊരു വേരിയബിളാണെന്ന് കൺസിഡർ. അപ്പോൾ A വരാം, B വരാം, I വരാം, നമ്പർ വരാം, വാട്ടവർ ഒരു വേരിയബിളാണ്.
അതിന് മുന്നേ പ്ലസ് പ്ലസ് എ എന്നുള്ളത് ഇതാദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത്. പ്ലസ് ഓൾറെഡി പ്രോഗ്രാം പഠിച്ചവർ കണ്ടോ, അല്ലാത്തവർ ആദ്യമായിട്ടാവും പ്ലസ് പ്ലസ് എ പ്ലസ് ബി ഒക്കെ നമ്മൾ ചെയ്തു, 2 വേരിയബിൾ ആഡ് ചെയ്തു ഒക്കെ ചെയ്യാൻ പറ്റുന്നത്. പ്ലസ് പ്ലസ് എ എന്നുള്ളൊരു പ്രീ ഇൻക്രിമെൻ്റ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അതുപോലെ പോസ്റ്റ് ഇൻക്രിമെൻ്റും ഉണ്ട്. ഈ പ്രീ ഇൻക്രിമെൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മീനിങ് എക്സാക്റ്റ് ഇതേ ഉള്ളൂ, എ അസൈൻ A+1 എന്നുള്ളതാണ് ഇതിൻ്റെ മീനിങ്. പ്ലസ് പ്ലസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് ഇത്രേ ഉള്ളൂ, എ അസൈൻ A+1. ഇനി പോസ്റ്റ് ഇൻക്രിമെൻറ്റ് വന്നാൽ ഇവിടെ A++ എന്ന് എഴുതാം. അത് എ കഴിഞ്ഞ് വേരിയബിൾ കഴിഞ്ഞിട്ടാണ് ഇൻക്രിമെൻറ്റ് വരുന്നത്, അതാണ് പോസ്റ്റ് ഇൻക്രിമെൻറ്റ്. ഇവിടെ ഇൻക്രിമെൻറ്റ് ആദ്യമാണ് വരുന്നത്, അതുകൊണ്ട് പ്രീ ഇൻക്രിമെൻറ്റ്. ആ നെയിമിൽ തന്നെ ഉണ്ട് എന്താണെന്നുള്ളത്. ഇൻക്രിമെൻ്റ് ആദ്യം, പ്രീ ഇൻക്രിമെൻറ്റ്, എന്നിട്ടാണ് വേരിയബിൾ എഴുതുള്ളൂ. ഇവിടെ വേരിയബിൾ ആദ്യമായിരിക്കും, A++ എന്നായിരിക്കും, ഇൻക്രിമെൻറ്റ് അതിന് ശേഷമായിരിക്കും. ഇത് തമ്മിലുള്ള ആൻസർ ഇപ്പോൾ എന്താണ് ഇതിന് ചേഞ്ച് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ എയിൽ 1 കൂട്ടിയിട്ട് എയിൽ തന്നെ വയ്ക്കും. ഇപ്പോൾ എയുടെ വാല്യൂ 10 ആണെന്ന് വയ്ക്കാം, A++ എന്ന് വിളിച്ചാൽ എയുടെ വാല്യൂ 11 ആവും, പ്ലസ് പ്ലസ് എ എന്ന് വിളിച്ചാൽ എയുടെ വാല്യൂ 11 ആവും. അപ്പുറത്ത് എഴുതിയാലും എയുടെ വാല്യൂയിൽ ഒരു മാറ്റവും സെയിം ആണ്. അത് എ അസൈൻ A+1. ഇങ്ങനെ എഴുതുമ്പോൾ സെയിം ആണ്, പക്ഷേ അടുത്ത സ്റ്റെപ്പ് നോക്കാം. നമുക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. എ അസൈൻ 10 എന്നുള്ളൊരു വാല്യൂ ഉണ്ട്, എ 10 ആണ് നമ്മൾ അസ്യൂം ചെയ്യാം. ഇവിടെ നമ്മൾ വെച്ചിരിക്കുന്നത് ഇതേ പ്രീ ഇൻക്രിമെൻ്റ് ആണ്, പക്ഷേ ബി അസൈൻ ++ എ എന്നാണ് എഴുതിയിരിക്കുന്നത്. ബി അസൈൻ ++ എന്ന് എഴുതുമ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ എയുടെ വാല്യൂ നമ്മൾ പറഞ്ഞ പോലെ എയുടെ വാല്യൂ എന്തായി മാറും, 11 ആവുന്നുണ്ട്. പക്ഷേ അതേപോലെ തന്നെ ബിയുടെ വാല്യൂ എന്താവും, 11 ആയി മാറും. ഇവിടെ ആദ്യം, അതായത് പ്രീ ഇൻക്രിമെൻ്റ് പ്രത്യേകത വെച്ചാൽ ആദ്യം ഇൻക്രിമെൻ്റ് ചെയ്യും, എയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്തിട്ട് ആ വാല്യൂവിന് ബിയിലോട്ട് അസൈൻ ചെയ്യും. അസൈൻ അറിയാലോ, ഇപ്പുറത്തുള്ള സാധനത്തിന് എങ്ങോട്ട് വയ്ക്കുകയാണ്, എപ്പോഴാണ് വെക്കുന്നതെന്ന് മാത്രമേ ഇതിൽ ഇതുള്ളൂ, കൺഫ്യൂഷൻ ഉണ്ടാവേണ്ടുള്ളൂ. അതായത് ++ എ എന്ന് പറയുമ്പോൾ ഇൻക്രിമെൻ്റ് ആണ് ആദ്യം ഉള്ളതുകൊണ്ട് ആദ്യം എയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്യും, അതായത് 11 ആയി മാറും. ആ 11ന് ബിയിലോട്ട് വയ്ക്കും. എന്നാൽ ഈ ഒരു കേസ് നോക്കുക, ബി അസൈൻ A++ എന്നുള്ള കേസിൽ ഈ അതായത് പോസ്റ്റ് ഇൻക്രിമെൻ്റ് ആണ്. ഇൻക്രിമെൻ്റ് ശേഷം എന്ന് പറഞ്ഞിട്ടില്ല, എപ്പോഴാണ് ശേഷം, ഒറ്റ വേരിയബിൾ അത് വെറുതെ നിൽക്കുമ്പോൾ ശേഷം മുന്നേ ഒന്നുമില്ല. പക്ഷെ വേറെ വേരിയബിൾ അസൈൻ ചെയ്യുന്ന കേസിൽ പോസ്റ്റ് ഇൻക്രിമെൻറ്റിൽ വേരിയബിൾ ആദ്യം ഇങ്ങോട്ട് വയ്ക്കും. എയുടെ വാല്യൂ എത്രയാണ്, 10 ആണ് ഇപ്പോൾ ഉള്ളത്. ആ 10 ബിയിലോട്ട് വെച്ചിട്ട് A++ വർക്ക് ചെയ്യും. അപ്പോൾ എത്രയാവും, എയുടെ വാല്യൂ 11 ആയി മാറും, ബിയുടെ വാല്യൂ 10 ആവും. കിട്ടിയോ? ഈ കേസിൽ പോസ്റ്റ് ഇൻക്രിമെൻ്റ് കേസിൽ ഈ സിമ്പിൾ നോക്കിയാൽ മതി, വേരിയബിളാണ് ആദ്യം ഉള്ളത്. അപ്പോൾ വേരിയബിളിൻ്റെ വാല്യൂ ആദ്യം ഇങ്ങോട്ട് എടുത്ത് വയ്ക്കും, 10 എന്നുള്ള വാല്യൂ ബിയിലപ്പോൾ 10 ആയിരിക്കും, 10 വെച്ചു. എന്നിട്ട് എയുടെ വാല്യൂ 11 ആവും. അപ്പോൾ ബിയുടെ വാല്യൂ ഇവിടെ എത്രയാണ്, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ എയുടെ വാല്യൂ 10 ആയിരുന്നെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ ബിയുടെ വാല്യൂ 10ഉം എയുടെ വാല്യൂ 11ഉം. മനസ്സിലായിട്ടുണ്ടോ? ഇനി ഇവിടുത്തെ കേസിൽ ഇൻക്രിമെൻ്റ് ആദ്യം ചെയ്തിട്ടേ വാല്യൂ വയ്ക്കുള്ളൂ. അതുകൊണ്ട് എയുടെ വാല്യൂ 11 ആയിട്ടുണ്ട്, ബിയുടെ വാല്യൂ 11. അപ്പോൾ ബിയുടെ വാല്യൂ 11, എയുടെ വാല്യൂ 11. ഇത് 2-3 സ്റ്റെപ്പൊക്കെ ആയിട്ട് സാധാരണ ഇൻ്റർവ്യൂസിലൊക്കെ പ്രോഗ്രാമിങ്ങിൽ ഡൗട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇതിൽ നമുക്ക് പ്രോഗ്രാമൊന്നും ചെയ്ത് നോക്കുന്നില്ല, വേണമെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, ഒന്ന് എഴുതി നോക്കുക. അതേമാതിരി 2-3 വേരിയബിൾ അസൈൻ ചെയ്തിട്ടൊക്കെ ഒന്ന് എഴുതി നോക്കുക. അപ്പോൾ വാല്യൂ മാറുന്നത് മനസ്സിലാവും. അപ്പോൾ ഇതൊന്ന് പോസ്റ്റ് ഇൻക്രിമെൻറ്റും പ്രീ ഇൻക്രിമെൻറ്റും, ഇതേപോലെ തന്നെ പ്രീ ഡിക്രിമെൻറ്റും പോസ്റ്റ് ഡിക്രിമെൻറ്റും ഉണ്ട്. അതായത് A-, അവിടെ ഒരൊറ്റ മാറ്റമേ ഉള്ളൂ, എയുടെ വാല്യൂ 1 കുറയുന്നേ ഉള്ളൂ. എ അസൈൻ A-1 എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ എന്താണ്, അസൈനിങ് വരുമ്പോൾ വേറെ വേരിയബിളോട് അസൈൻ ചെയ്യണം വരുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും, കുറയ്ക്കുന്നതിന് മുന്നേ ആയിരിക്കും. പോസ്റ്റ് ഇൻക്രിമെൻറ്റിൽ വേരിയബിൾ ആദ്യം വയ്ക്കും, എന്നിട്ട് ഡിക്രിമെൻറ്റ് ചെയ്യുക. ഇവിടുത്തെ പ്രീ ഡിക്രിമെൻറ്റിൽ എന്ത് വരും, ആദ്യം എന്ത് ചെയ്യും, ഡിക്രിമെൻറ്റ് ചെയ്യും, എന്നിട്ടായിരിക്കും വാല്യൂ വയ്ക്കുക. അതാണ് പോസ്റ്റ് ഇൻക്രിമെൻറ്റും പ്രീ ഇൻക്രിമെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ എന്താണ് ലൂപ്പ് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ നമ്മുടെ കേസിൽ ഇപ്പോൾ ഇതുവരെ പഠിച്ചത് നമ്മൾ ഈഫ് പഠിച്ചു, എൽസ് ഇഫ് പഠിച്ചു, സ്വിച്ച് പഠിച്ചു, അതിന് മുന്നേ വേരിയബിൾ എന്താണ്, നമ്മൾ ഔട്ട്പുട്ട് ഇൻപുട്ട് കാര്യങ്ങളൊക്കെ പഠിച്ചു. നമ്മൾ ഈ കേസിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചിലപ്പോൾ നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു 1, 2, 3 എന്നുള്ള ഇതിന് നമ്പേഴ്സ് ഇങ്ങനെ പ്രിൻറ്റ് ചെയ്യണമെന്ന് വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു 5 വരെ പ്രിൻറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ പഠിച്ച മെത്തേഡ് വെച്ചിട്ട് പ്രിൻ്റ് എഫിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യും, 1, 2, 3, 4, 5 എന്നുള്ള നമ്പർ എഴുതി കഴിഞ്ഞാൽ അത് അതുപോലെ പ്രിൻറ്റ് ചെയ്യും. അതിപ്പോൾ ഒരു കേസ് ഇപ്പോൾ നിങ്ങൾക്കൊരു 25 വരെ, ഒരു 100 വരെ പ്രിൻറ്റ് ചെയ്യണമെന്ന് വയ്ക്കുക. നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, പ്രിൻ്റ് എഫിൽ 1 to 100 വരെ നിങ്ങൾ എഴുതി ഉണ്ടാക്കേണ്ടി വരും. നാളെ ഒരു 1 lakh വരെ പ്രിൻറ്റ് ചെയ്യണമെങ്കിലോ നിങ്ങൾ 1 lakh വരെ എഴുതിക്കൊണ്ടിരിക്കേണ്ടി വരും.
ഒരു പ്രിൻ്റ് എഫിന് ഒരു പ്രോഗ്രാമർ എഴുതിക്കൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ കേസുകളുണ്ടാവും. അതായത് നമുക്ക് ഒരുപാട് നമ്പറുകൾ റിപ്പീറ്റ് ചെയ്ത് വർക്ക് ചെയ്യേണ്ട കേസിൽ ഒരേ സാധനമായിരിക്കും വർക്ക് ചെയ്യേണ്ടത്. പക്ഷേ പ്രിൻ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ 1 പ്രിൻ്റ് ചെയ്യുക, 2 പ്രിൻ്റ് ചെയ്യുക, അവിടെ നമ്പർ മാത്രമേ മാറുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള റിപ്പീറ്റ് ചെയ്ത് തരുന്ന കേസിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ പുതിയൊരു കൺസെപ്റ്റാണ് ലൂപ്പ് എന്നുള്ളത്. ലൂപ്പിൽ 3 ലൂപ്പ് ഉണ്ട്. ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്. ഇതിൽ നമ്മൾ പഠിക്കുന്നത് ഫോർ ലൂപ്പ് മാത്രമാണ്. നമ്മളിപ്പോൾ കോളേജിലൊക്കെ സിലബസൊക്കെ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ 3 ലൂപ്പും പഠിക്കും. 3 ലൂപ്പും പഠിച്ച് എക്സാമിന് എങ്ങനെയെങ്കിലും എഴുതി വെക്കുക എന്നുള്ളതാണ്. നമുക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്ത് നല്ലൊരു പ്രൊഡക്റ്റിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ നമുക്കിതെല്ലാം കൂടെ വേണ്ട, നമുക്ക് ഒന്ന് മതി. ഒന്ന് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് വെച്ചിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ടൊന്ന് ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും. പക്ഷേ ഇപ്പോൾ തന്നെ നിങ്ങളതെല്ലാം കൂടി പഠിച്ച് കൺഫ്യൂഷൻ ആക്കേണ്ട. ഒരൊറ്റ ലൂപ്പ് വെച്ചിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുക. വളരെ റെയർ കേസിലാണ് നമ്മൾ മറ്റു ലൂപ്പുകളൊക്കെ ആവശ്യങ്ങൾ യൂസ് ചെയ്യാറുള്ളൂ. ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ റെയർ കേസിലേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പഠിക്കാവുന്ന കേസേ ഉള്ളൂ. ഇനി അഥവാ ഡൗട്ട് ഉണ്ടെങ്കിൽ, അത് പറയണമെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് നമ്മൾ വേറെ വീഡിയോ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം നമ്മൾ ഫോർ ലൂപ്പ് മാത്രമേ പഠിക്കുള്ളൂ. റിപ്പീറ്റ് ചെയ്തിട്ട് ടാസ്ക് നമുക്ക് എങ്ങനെ വർക്കൗട്ട് ചെയ്യുക കോഡിങ്ങിൽ എന്നുള്ളത് മാത്രം നമ്മൾ പഠിക്കുന്നത്. അത് വളരെ ഈസി ആയിട്ട് പഠിക്കുകയും ചെയ്യുക. അതുകൊണ്ട് കുറച്ച് പ്രോബ്ലംസ് ചെയ്യുകയും ചെയ്യാം. ഇനി നമുക്ക് അതെങ്ങനെ 1 to 100 എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യുന്നത്, ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് എന്താണെന്നുള്ളത് നോക്കാം. ഫോർ ലൂപ്പ് എഴുതുമ്പോൾ ഫസ്റ്റ് ഇനീഷ്യലൈസേഷൻ, അതായത് നമ്മൾ ഈഫൊക്കെ എഴുതുന്ന പോലെ തന്നെ ഫോർ എഴുതി കഴിഞ്ഞാൽ ഒരു ബ്രാക്കറ്റ് ഉണ്ട്. ബ്രാക്കറ്റിനുള്ളിൽ 3 സെക്ഷനായിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഫസ്റ്റ് സെക്ഷൻ വെച്ചാൽ ഇനീഷ്യലൈസേഷൻ എന്നുള്ളതാണ്. രണ്ടാമത് കണ്ടീഷൻ, മൂന്നാമത് അപ്ഡേഷൻ. അതായത് നമ്മൾ ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും വേരിയബിളിൽ എന്തെങ്കിലും വാല്യൂ വെക്കണോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആക്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സെക്ഷനിൽ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇവിടെ 1 to 100 പ്രിൻറ്റ് ചെയ്യാനുള്ളതുകൊണ്ട് നമ്മൾ ഐ എന്നുള്ളൊരു വേരിയബിൾ വയ്ക്കുന്നുണ്ട്. ഐ എന്നുള്ളത് മുകളിൽ ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഐ എന്നുള്ള വേരിയബിളിൽ നമ്മൾ 1 എന്നുള്ള വാല്യൂ വയ്ക്കും. എന്നിട്ട് എന്തെന്ന് വെച്ചാൽ കണ്ടീഷനിൽ ഐ ലെസ് ദാൻ 100 എന്ന് വയ്ക്കും. അതായത് ഐ 100 വരെ വർക്ക് ചെയ്താൽ മതി എന്നുള്ള കണ്ടീഷൻ വയ്ക്കും. അതേപോലെ അപ്ഡേഷനിൽ I++, നമ്മൾ തൊട്ട് മുന്നേ I++ഉം ++I തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ പഠിച്ചു. അപ്പോൾ ഐ 1 വെച്ചിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യാനാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ പ്രോഗ്രാമിന് വർക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ലൂപ്പിലോട്ട് കയറുമ്പോൾ ആ ഒരു വർക്കിംഗാണ് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഇനീഷ്യലൈസേഷനിലോട്ടാണ് ഫസ്റ്റ് കയറുക, അതായത് ഈ സെക്ഷനിലോട്ട്, അതായത് I=1 എന്നെടുത്ത്. അത് കഴിഞ്ഞാൽ നേരെ വരുന്നത് കണ്ടീഷനിലോട്ടാണ്. കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇപ്പോൾ ഐയുടെ വാല്യൂ എത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, ഐയുടെ വാല്യൂ 1 ആണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നത് ഐ ലെസ് ദാൻ 100 ആണോ എന്നുള്ളതാണ്. 1 ലെസ് ദാൻ 100 ആണോ, കണ്ടീഷൻ ശരിയാണ്. കണ്ടീഷൻ ശരിയാകുമ്പോൾ നേരെ ഫോർ ലൂപ്പിൻ്റെ ബ്രേസിൻ്റെ ഉള്ളിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എത്ര ഉണ്ടോ അതൊക്കെ എക്സിക്യൂട്ട് ചെയ്യും. നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രിൻ്റ് എഫ് ഇട്ട്, ഇവിടെ ഞാൻ പി എന്ന് ബ്രാക്കറ്റ് ഇട്ടിട്ടുള്ളൂ. പ്രിൻ്റ് എഫ് ആണ് ഇവിടെ. പ്രിൻ്റ് എഫിൽ %d i എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഷോർട്ടായിട്ട് P(i) എന്ന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ പ്രിൻ്റ് എഫിൽ ഐ പ്രിൻറ്റ് ചെയ്യാൻ കൊടുത്ത്, ഐ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വാല്യൂ 1 ആണ്. അപ്പോൾ 1 പ്രിൻറ്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞു. 1 പ്രിൻ്റായി കൺസോളിൽ. ഈ ബ്രേസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഇവിടെ അപ്ഡേഷൻ എന്നുള്ള ഭാഗത്തോട്ടാണ്. അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഐയുടെ വാല്യൂ എന്തായി മാറും, ഐയുടെ വാല്യൂ 1 ഇൻക്രിമെൻറ്റ് ചെയ്ത് ഐയുടെ വാല്യൂ 2 ആയി മാറും. എന്നിട്ട് നേരെ വരുന്ന അപ്ഡേഷൻ കഴിഞ്ഞ് നേരെ വീണ്ടും കണ്ടീഷനിലോട്ടാണ്. അതായത് അപ്ഡേഷൻ കഴിഞ്ഞ് നേരെ കണ്ടീഷനിലോട്ടാണ്. പിന്നെ ഇങ്ങോട്ട് ഇനീഷ്യലൈസേഷനിലോട്ട് പോകത്തില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ വന്ന് കറങ്ങും. കണ്ടീഷൻ വീണ്ടും ചെക്ക് ചെയ്യും. 2 ലെസ് ദാൻ 100 ആണോ, ശരിയാണ്. ശരി, അതിൻ്റെ പേരിൽ നേരെ ഇങ്ങോട്ട് വരും. അപ്പോൾ ഐ പ്രിൻറ്റ് ചെയ്യാൻ പറയുമ്പോൾ ഐയുടെ വാല്യൂ 2 ആയിട്ടുണ്ട്. അപ്പോൾ 2 പ്രിൻ്റ് ആവും. ഐ 3 ആവും. 3 വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും, ശരിയാവും. അപ്പോൾ വീണ്ടും 3 പ്രിൻ്റ് ആവും. അങ്ങനെ 99 വരെ വരും. 99 വരെ വരുമ്പോൾ അപ്ഡേഷൻ എന്ത് വരും, 100 ആയി മാറും. 100 ലെസ് ദാൻ 100 ആണോ നോക്കും. അപ്പോൾ കണ്ടീഷൻ ശരിയല്ല, അതിൻ്റെ പേരിൽ എന്ത് ചെയ്യും, ഇങ്ങോട്ട് വരത്തില്ല. ഫോർ ലൂപ്പിൻ്റെ പുറത്ത് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളിലോട്ട് പോകും. ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, 100. അപ്പോൾ ഇവിടെ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നിട്ട് കഴിഞ്ഞാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, 100 വരെ പ്രിൻ്റ് ആവുള്ളൂ. ഈ ഒരു പ്രോഗ്രാം 99 വരെ പ്രിൻ്റ് ആവുള്ളൂ. 99 വരെ പ്രിൻ്റ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. ആ വ്യത്യാസം എന്താണെന്നുള്ളത് നമുക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇനി നമുക്ക് ഫോർ ലൂപ്പിൻ്റെ ഫസ്റ്റ് സാമ്പിൾ പ്രോഗ്രാം ചെയ്ത് നോക്കാം. ഒരു 1 to 100 പ്രിൻ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ബോർഡിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് ചെയ്ത് നോക്കാം. കാര്യം പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഫോർ ലൂപ്പ് 1 to 100 എന്ന് തന്നെ ഞാൻ പേര് കൊടുത്തിട്ടുണ്ട്.
1 to 100 എന്നുള്ളത് കൊടുത്തുകൊണ്ട് നമുക്ക് യൂസർ അടുത്തൊന്നും ഡിസ്പ്ലേ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഫോർ ലൂപ്പ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഫോർ ഐ അസൈൻ നമ്മൾ 1 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞു. ഐ ലെസ് ദാൻ 100 എന്ന് പറഞ്ഞു. ഐ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു ശ്രദ്ധിച്ചാൽ ഐയുടെ താഴെ ഒരു റെഡ് മാർക്ക് ഇല്ലേ? ഈ റെഡ് മാർക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഐക്ക് എററാണ്. അതായത് ഐ എന്നുള്ള സംഭവം എന്താണ്, അതിൻ്റെ മുകളിൽ മൗസ് വെച്ച് നമുക്ക് മനസ്സിലാവും എന്താ പറയണത്. സിമ്പിൾ ഐ കുഡ് നോട്ട് ബി റിസോൾവ്ഡ്. അതായത് ഐ എന്താന്ന് സിസ്റ്റത്തിന് മനസ്സിലാവണില്ല എന്നുള്ളതാണ്. ഐ എന്താ മനസ്സിലാവണമെന്ന് വെച്ചാൽ ഐ അറിയില്ല. അപ്പോൾ ഐ നമ്മൾ എന്ത് ചെയ്യണം, വേരിയബിളായിട്ട് ഡിക്ലെയർ ചെയ്യണം. ഇപ്പോൾ കണ്ടോ എറർ പോയി, അതൊരു യെല്ലോ കളറായി മാറി. ഇനി എന്ത് ചെയ്യാം, ഇനി പ്രിൻ്റ് ചെയ്യണം. പ്രിൻ്റ് എഫിൽ പെർസെൻറ്റേജ് ഡബിൾ കോഡ്സിലാണ് %d, ദെൻ ഐ പ്രിൻ്റ് ചെയ്യാം. പ്രിൻ്റ് ചെയ്തു, കറക്റ്റ് അല്ലേ? അതായത് എന്താ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് നോക്കുക. ഐ അസൈൻ 1 ആണ്. ആദ്യം ഐയുടെ വാല്യൂ 1 ആയിരിക്കും. 1 ലെസ് ദാൻ 100 ആണോ ചെക്ക് ചെയ്തു, കണ്ടീഷൻ ശരിയാണ്. അതിൻ്റെ പേരിൽ നേരെ പ്രിൻ്റ് എഫ് വന്നു. പ്രിൻ്റ് എഫിൽ %d ഐ പ്രിൻ്റ് ചെയ്യും. ഐയുടെ വാല്യൂ 1 ആയതുകൊണ്ട് 1 പ്രിൻ്റ് ആവും. ദെൻ എഗെയിൻ ഐ പ്ലസ് പ്ലസ് എന്നുള്ള ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലോട്ട് മാത്രമാണ് പോവുക. അവിടെ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഐയുടെ വാല്യൂ 2 ആയി മാറും. ദെൻ എഗെയിൻ കണ്ടീഷൻ ചെക്ക് ചെയ്യും. 2 ലെസ് ദാൻ 100 ആണോ ചെക്ക് ചെയ്തു, കണ്ടീഷൻ ശരിയാണ്. അതിൻ്റെ പേരിൽ പ്രിൻ്റ് എഫിൽ വീണ്ടും എന്ത് ചെയ്യും, ഐ പ്രിൻ്റ് ചെയ്യും. വീണ്ടും 2 പ്രിൻ്റ് ചെയ്യും. അങ്ങനെ 3 പ്രിൻ്റ് ചെയ്യും. അങ്ങനെ ഏത് വരെ പ്രിൻ്റ് ചെയ്യും, 99 വരെ പ്രിൻ്റ് ചെയ്യുള്ളൂ. ഇത് 100 വരെ ഇല്ല. നോക്കാം എത്ര വരെ എങ്ങനെയാണെന്നുള്ളത്. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ബിൽഡ് പ്രൊജക്റ്റ് കൊടുത്തു. പ്രൊജക്റ്റ് റൺ ചെയ്തു. ഇത് ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ വായിക്കാൻ? ഇല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരേ റോയിലാണ് നമ്മളെല്ലാം വന്നിട്ടുള്ളത്. 1 2 3 4 5 6 വന്നിട്ടുണ്ട്. പക്ഷേ അതൊരു മനുഷ്യന് വായിക്കാൻ പറ്റാത്ത രീതിയിലാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ന്യൂ ലൈന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ന്യൂ ലൈൻ ഇടാൻ വേണ്ടിയിട്ട് ഒരു /n ഇടുന്ന കാര്യം. ആ %d കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഒരു /n കൂടി ആഡ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ലൈൻ ബൈ ലൈൻ ആയിട്ട് വന്നോളും. ഇനി നമുക്കൊന്നുകൂടി റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ കണ്ടോ 1 2 3 4 ഓരോ ലൈനിൽ ഓരോ പ്രാവശ്യത്തായി പ്രിൻറ്റ് ചെയ്യുമ്പോൾ ഓരോ ന്യൂ ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ടാണ് പ്രിൻറ്റ് ചെയ്യണത്. ലാസ്റ്റ് 99 വരെ വന്നിട്ടുള്ളൂ. ഇത് 100 ആക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ഇത് 100 ആക്കാൻ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. ഈ ലൂപ്പിൻ്റെ ഈ ഒരു കണ്ടീഷൻ അവിടെ ഒരു ഈക്വൽ ടു ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള കേസ് കൊടുത്തു കഴിഞ്ഞാൽ 100 വരെ വരും. നമുക്ക് നോക്കാം. ഇത് കണ്ടോ, ഇപ്പോഴത്തെ റിസൾട്ട് കണ്ടോ, 1 മുതൽ സ്റ്റാർട്ട് ചെയ്തു 100 വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൊടുക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഐ ലെസ് ദാൻ 100 നോട്ട് 1, അതായത് 101 എന്നുള്ള രീതിയിൽ കൊടുക്കാം. 100 നോട്ട് 1 എന്നുള്ള രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് 100, അങ്ങനെ 100 വരെ വരുത്താം നമുക്ക്. അത് നിങ്ങളൊക്കെ ഇഷ്ടമുള്ള രീതിയിൽ ലോജിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ടിട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. എന്താ വരുന്നത്, ഐയുടെ വാല്യൂ 5 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ എന്താ വരിക, ഐയുടെ എന്താണ് ലിമിറ്റ് നമ്മൾ 101 എന്നുള്ളത് ഒരു 200 ഇട്ട് കഴിഞ്ഞാൽ എന്താ വരിക, 5 ഇട്ടാൽ എന്താ വരിക, റിസൾട്ട് എങ്ങനെയാണ് വരുന്നത്, /n 2 ഇട്ടാൽ എന്താ വരുന്നത്, /n %d മുന്നിട്ട് എന്താ വരും. ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ പറഞ്ഞാൽ അതേപോലെ അവസാനിപ്പിച്ച് നിർത്തി പോകുക എന്നുള്ളതല്ല, ഇതിന് കൂടുതൽ കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ കുറച്ച് എറേഴ്സൊക്കെ വരും. എറേഴ്സ് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ പ്രോഗ്രാം വരാൻ തുടങ്ങി എന്നുള്ളതാണ് നമ്മളൊരു അർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ എറേഴ്സ് വരുത്താൻ നോക്കുക മാക്സിമം. എന്നിട്ട് ആ ഡൗട്ടും കൂടി നമുക്ക് താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം എത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കുക. അപ്പോൾ നമ്മൾ 1 to 100 വരെ പ്രിൻ്റ് ചെയ്യാനുള്ള പ്രോഗ്രാം മനസ്സിലായി. ഫോർ ലൂപ്പ് ഏകദേശം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. ഇനി നമ്മൾ ഫോർ ലൂപ്പിലെ അടുത്തൊരു പ്രോബ്ലത്തിലോട്ട് കിടക്കാം. അടുത്ത പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു യൂസറോട് ചോദിക്കുകയാണ്, ഒരു നമ്പർ എൻ്റർ ചെയ്യാൻ പറയുകയാണ്. യൂസർ ഒരു നമ്പർ എൻ്റർ ചെയ്യാണ്. ആ നമ്പർ വരെയുള്ള നമ്പറുകളെല്ലാം ആഡ് ചെയ്യണം. അപ്പോൾ യൂസർ 10 ആണ് തന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ 1 + 2 + 3 അങ്ങനെ 10 വരെ ആഡ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് യൂസർക്ക് ഔട്ട്പുട്ട് കൊടുക്കണം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ഇൻപുട്ട് എന്താണ് ഔട്ട്പുട്ട് എന്നുള്ളതാണ് ആദ്യം തിങ്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻപുട്ട് എന്താണ് ഇവിടെ, ഒരു നമ്പർ. അപ്പോൾ ഒരു നമ്പർ യൂസറിൽ നിന്ന് റിസീവ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെയാണ് തിങ്ക് ചെയ്യേണ്ടത്. അല്ലാതെ ചുമ്മാ അത് കാണാൻ പഠിക്കുന്ന മോഡലാകരുത്. ഔട്ട്പുട്ടും ഇൻപുട്ടും തമ്മിലുള്ളൊരു കമ്പാരിസൺ ആദ്യം വേണം മനസ്സിൽ. എന്താണ് കൊടുക്കേണ്ടത് യൂസർക്ക്, എന്താണ് യൂസറിൽ നിന്ന് മേടിക്കണം എന്നുള്ളത്. യൂസറിൽ നിന്ന് മേടിക്കുന്ന നമ്പറാണ്. യൂസർക്ക് ആ നമ്പർ വരെയുള്ള 1 മുതൽ ആ നമ്പർ വരെയുള്ള സംഖ്യയുടെ സമ്മ് കണ്ടിട്ട് ആ ഒറ്റ ഔട്ട്പുട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് എന്ത് വേണം, ലൂപ്പ് വേണം. എന്താ വെച്ചാൽ യൂസർ ഇപ്പോൾ 3 ഒക്കെ പറഞ്ഞാണെങ്കിൽ നമുക്ക് 1 + 2 + 3 എന്നുള്ള ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ എഴുതിയെടുക്കാം. നമുക്കൊരു 100 ഒരു 1000 10,000 ഒക്കെ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണ്ടി വരും, ലൂപ്പ് യൂസ് ചെയ്യണം. നമുക്ക് ഓൾറെഡി അതിന് ട്രിക്ക് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ലൂപ്പ് വെച്ചിട്ട് ആ പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ 1 തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെയും
ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ. ഈ എൻ എവിടുന്ന് വന്നതെന്ന് വെച്ചാൽ എന്നാണ് യൂസർ എൻ്റർ ചെയ്യണ വേരിയബിൾ. ആ വേരിയബിളോടാണ് നമ്മൾ എന്തെടുത്തിട്ടുള്ളത്, യൂസറുടെ ലിമിറ്റ് ഉണ്ട്, നമ്മളിപ്പോൾ 10 100 എന്നൊക്കെ പറഞ്ഞ് ലിമിറ്റാണ് എൻ. അപ്പോൾ അതുവരെ വർക്ക് ചെയ്യണം എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളത് കൊടുത്തിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. എന്നിട്ട് നേരെ ഇങ്ങോട്ടാണ് വരിക. ഇവിടെ ഈ ഒരു സമ്മ് എന്നുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ, സമ്മ് നമ്മൾ മുകളിലൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, സമ്മ് 0 ആയിട്ട് ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഐ 1 ആണ്, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആണ്, അതൊക്കെ കണ്ടീഷൻ ശരി. ഇപ്പോൾ ഒരു 10 എൻ യൂസർ ഒരു എൻ 10 ആണെന്ന് കൺസിഡർ ചെയ്യും. അപ്പോൾ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 കണ്ടീഷൻ ശരിയാണ്. നേരെ ഇങ്ങോട്ട് വരും, സ്റ്റേറ്റ്മെൻറ്റ്സിലോട്ട് വരും. സ്റ്റേറ്റ്മെൻറ്റ്സിലോട്ട് വരുമ്പോൾ സം അസൈൻ സം പ്ലസ് 1 എന്നാണ്. സം പ്ലസ് 1 അല്ല സോറി സം പ്ലസ് ഐ. സമ്മിൽ 0 ആണ്, ഐയിൽ 1 ആണ്. 0 പ്ലസ് 1 എന്ത് വരും, 1 സമ്മിൽ വയ്ക്കും. ഓക്കെ, ഈ സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐയുടെ വാല്യൂ എന്ത് ചെയ്യും, 1 ഇൻക്രിമെൻറ്റ് ചെയ്യും. അപ്പോൾ ഐയുടെ വാല്യൂ 2 ആവും. വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും, 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആണോ, കണ്ടീഷൻ ശരിയാണ്. അതിൻ്റെ പേരിൽ നേരെ ലൂപ്പിലോട്ട് വരും. ഇവിടെ എന്ത് സംഭവിക്കും, സം ഇതിൻ്റെ തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിൽ സമ്മിൻ്റെ വാല്യൂ 1 ആണ് ഉണ്ടായിരുന്നത്. ആ 1ൻ്റെ കൂടെ ഈ ഐയുടെ വാല്യൂ ഇപ്പോൾ എത്രയാണ്, 2 ഉള്ളത്. സമ്മിൽ 1 ഉള്ളു, ഈ 1ഉം 2ഉം കൂടി ആഡ് ചെയ്യും, 3 ആവും. 3 സമ്മിലുണ്ടാവും. ഈ സമ്മിൽ അവിടെ വെച്ചിട്ടുണ്ട്, അതവിടെ വാക്കപ്പ് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഐ ആഡ് ചെയ്യും. ഐ എത്രയും, ഐ 3 ആവും. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആവും. കണ്ടീഷൻ ശരി, അതിൻ്റെ പേരിൽ ഇങ്ങോട്ട് വരും. ഇവിടെ എത്തുമ്പോൾ സമ്മിൽ ഓൾറെഡി 3 ഉണ്ട്, അതിൽ 3 ഉണ്ട്. 3 പ്ലസ് 3 6 ആവും, സമ്മിൽ 6 ആവും. അങ്ങനെ 10 വരെ എക്സിക്യൂട്ട് ആവും. 10 കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഐ പ്ലസ് പ്ലസ് കൂടുതൽ പോവും. ഐ എന്തായി മാറും, ഐയുടെ വാല്യൂ 11 ആയി മാറും. 11 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്നുള്ള കണ്ടീഷൻ വരും. കണ്ടീഷൻ ഫാൾസ് ആയി. കണ്ടീഷൻ ഫാൾസ് ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ലൂപ്പിൻ്റെ പുറത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ലൂപ്പെല്ലാം കഴിഞ്ഞു, അവസാനം സമ്മിലൊരു റിസൾട്ട് വന്ന് കിടക്കുന്നുണ്ട്, നമ്മുടെ എല്ലാത്തിൻ്റെ സമ്മ്. ഈ സമ്മിനുള്ള വേരിയബിളിലുള്ള വാല്യൂ നമ്മൾ ഇവിടെ പ്രിൻ്റ് എഫിൽ പ്രിൻ്റ് ചെയ്യാൻ പറയും. അപ്പോൾ യൂസർക്ക് എന്ത് കിട്ടും, യൂസർ ഇതൊന്നും അറിയണ്ട, അത്രയും ലൂപ്പ് വർക്ക് ചെയ്തോന്നോ 100 ആകുമ്പോൾ 100 തവണ വർക്ക് ചെയ്യുന്നുണ്ടോ ഒന്നും യൂസർ അറിയണ്ട. യൂസർ ഒരു നമ്പർ എൻ്റർ ചെയ്തു, അതുവരെയുള്ള സമ്മ് നമ്മൾ എന്ത് ചെയ്യും, പ്രിൻ്റ് എഫിലൂടെ അങ്ങനെ പ്രിൻ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം കൂടി നമുക്ക് ചെയ്ത് നോക്കാം. അടുത്ത പ്രോഗ്രാം നമ്മൾ ചെയ്യണത് ഒരു ലിമിറ്റ് വരെയുള്ള സംഖ്യയുടെ സമ്മാണ് കാണുന്നത്. അപ്പോൾ യൂസറോട് നമുക്കൊരു ലിമിറ്റ് ചോദിച്ചിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ചെയ്യാം. പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. സം ഓഫ് എൻ നമ്പേഴ്സ് എന്ന് കൊടുക്കാം അല്ലേ പേര്, സം ഓഫ് എൻ നമ്പേഴ്സ് എന്ന് കൊടുക്കാം. ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു നമ്പർ എന്ന് പറയുകയാണെങ്കിൽ ലിമിറ്റ്, അതായത് എത്ര വരെയുള്ള സംഖ്യയാണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് എൻ്റെ ഒരു നമ്പർ എന്ന് പറയുന്നുണ്ട്. അത് സ്കാനഫിൽ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങളിതുപോലെ തന്നെ റൈറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് റിപ്പീറ്റായിട്ട് ചെയ്യുന്നത്. കോപ്പി ചെയ്യാതെ ഇടാതെ നിൽക്കരുത്. ഇപ്പോൾ അതിനുള്ള സമയമല്ല, ഇപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യണം. നമ്പർ എന്നുള്ള വേരിയബിളിലോട്ട് ഇപ്പോൾ നമ്പർ എന്നുള്ള വേരിയബിളിൽ എന്ത് ചെയ്യും, ഒരു ലിമിറ്റ് കിട്ടി. ഇനി നമുക്ക് ആ ഫോർ ലൂപ്പ് എഴുതാം. ഫോറിൽ എന്താണ് എഴുതേണ്ടത്, ഐ അസൈൻ 1 എന്ന് സ്റ്റാർട്ട് ചെയ്യണം. 1 ലെസ് ദാൻ എവിടെ വരെ പോകണം, നമുക്ക് നമ്പർ വരെ പോകണം. ഐ പ്ലസ് പ്ലസ്. ഇപ്പോൾ ഇവിടെ എറർ ഉണ്ട്, സെയിം ലൈക്ക് നേരത്തെ പോലെ എററാണ്. അപ്പോൾ ഐ ഡിക്ലെയർ ചെയ്യാത്തതുകൊണ്ട് ഐ ഡിക്ലെയർ ചെയ്തു, അപ്പോൾ എറർ പോയി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, സം അസൈൻ സം പ്ലസ് എന്താണ് ഐ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അതായത് സമ്മിൽ ആദ്യം, അപ്പോൾ സമ്മിൽ എന്ത് ചെയ്യണം, ഒരു വേരിയബിൾ കൂടി അതും കൂടി ഡിക്ലെയർ ചെയ്യണം. സം അസൈൻ 0 എന്നുള്ള കൂടി സെറ്റ് ചെയ്യണം. ഇനീഷ്യലി സമ്മിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ 0 പ്ലസ് 1 എന്നുള്ള രീതിയിൽ ആ ലൂപ്പ് ഇങ്ങനെ വർക്ക് ചെയ്ത് പോകുമ്പോൾ സമ്മ് എന്ന് പറഞ്ഞ വേരിയബിളോട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് പോകും ഐയുടെ വാല്യൂ. അത് കഴിഞ്ഞാൽ ലൂപ്പ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ പ്രിൻ്റ് എഫിൽ റിസൾട്ട് എന്നുള്ള ഒരു ഈക്വൽ ടു %d കോമ സം പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ബിൽഡ് ചെയ്ത് നോക്കാം. റൺ ചെയ്യാം. എൻ്റെ നമ്പർ 5
1 to 5 വരെ ആഡ് ചെയ്തപ്പോൾ റിസൾട്ട് 10. പല നമ്പേഴ്സ് ട്രൈ ചെയ്ത് നോക്കുക, കറക്റ്റാണോ നോക്കുക, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. ഇതിൽ സ്റ്റെപ്പ് ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോ ഒന്ന് നോക്കുക. അതൊന്ന് ഇപ്പോൾ ഈ ചെയ്ത സാധനം വെച്ചിട്ട് നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോ ഒന്നുകൂടി വേണമെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകൂടി ക്ലിയർ ആവാത്തവരുണ്ടെങ്കിൽ, നേരത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത സ്ഥലത്ത് ഒന്നുകൂടി നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സം എങ്ങനെ ആഡ് ചെയ്യണമെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണമെങ്കിൽ ഒന്ന് നോക്കി കമ്പയർ ചെയ്തത് അത് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. ലൂപ്പ് എന്താണെന്ന് ഫസ്റ്റത്തെ ലൂപ്പ് മനസ്സിലായ ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഇതൊന്ന് പ്രോഗ്രാം ചെയ്ത് നോക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, യൂസറോട് ഒരു സംഖ്യ എൻ്റർ ചെയ്യാൻ പറയും. ആ സംഖ്യ വരെയുള്ള ഈവൺ നമ്പേഴ്സ് പ്രിൻ്റ് ചെയ്ത് കാണിക്കുക. ഇപ്പോൾ യൂസർ 10 ആണ് അല്ലെങ്കിൽ ഒരു 15 ആണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ 2, 4, 6, 8 എന്നുള്ള രീതിയിൽ ഈവൺ നമ്പേഴ്സ് പ്രിൻ്റ് ചെയ്ത് കാണിക്കണം. അപ്പോൾ അത് 2 രീതിയിൽ ചെയ്യാം. നമ്മൾ ഒന്ന് വേറൊരു ഈസി വേയും കൂടെ ഉണ്ട്. പക്ഷേ ഇത് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മോഡ് എടുത്തിട്ടാണ് ചെയ്യണത്. മോഡ് എന്താണെന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ രീതി ചെയ്യണത്. ഈ ഒരു മാത്തമാറ്റിക്സ് ബേസിക് പ്രോബ്ലം നോക്കാം. നമുക്കൊരു സംഖ്യനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 10/3 ആണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. 10ൽ എത്ര 3 ഉണ്ട് എന്നുള്ളതാണ്. അതിൽ നമുക്ക് നോക്കുമ്പോൾ എത്രയാണ് 10ൽ എത്ര 3 ഉണ്ട്. നമ്മൾ സാധാരണ പണ്ട് പഠിച്ച സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള ഡിവിഷൻ കേട്ടോ. അപ്പോൾ അതിൽ 10ൽ എത്ര 3 ഉണ്ട്? 3 ആണുള്ളത്. 3 × 3 9. ബാക്കി എന്ത് വരും? ശിഷ്ടം എത്ര വരും? 1 വരും. ഈ ശിഷ്ടത്തിനെയാണ് നമ്മൾ പ്രോഗ്രാമിങ്ങിൽ ഈ സിമ്പിൾ വെച്ചിട്ട് മോഡ് വെച്ചിട്ട് എടുക്കുമ്പോൾ കിട്ടുന്നത് ശിഷ്ടത്തിന്. ശിഷ്ടം എത്രയാണോ അതാണ് എന്ത് ഈ മോഡ് എന്നുള്ള സിമ്പിളിലൂടെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ 2 to ഒരു 10 വരെയുള്ള സംഖ്യയുടെ അല്ലെങ്കിൽ ഒരു യൂസർ എത്രയാണ് എൻ്റർ ചെയ്യണം ആ ലിമിറ്റ് വരെയുള്ള സംഖ്യയുടെ എല്ലാം എന്താ പറയുക, നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് മോഡ് എടുക്കുകയാണ്. എപ്പോഴും ഈവൺ നമ്പേഴ്സ് നമ്മൾ പ്രത്യേകം എന്താ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മോഡ് എപ്പോഴും 0 ആയിരിക്കും. അങ്ങനെയുള്ള നമ്പറുകളാണ് എന്ത് ഈവൺ നമ്പേഴ്സ്. അപ്പോൾ നമ്മളിവിടെ ലൂപ്പ് നോക്കുക. ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2 മുതലാണ് സ്റ്റാർട്ട് ചെയ്യണത്. വെച്ചാൽ 1 ഓണാണ് നമുക്കറിയാം. അപ്പോൾ 2 മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. i ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണ് പറഞ്ഞത്. n യൂസർ എൻ്റർ ചെയ്യണ നമ്പറാണ്. i++, ഇതെല്ലാവർക്കും അറിയാം. ഇനി നമ്മളിവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്, ഇഫ് i mod 2, ഐയുടെ വാല്യൂ ഫസ്റ്റ് എത്ര വരുന്നത്? ഐയുടെ വാല്യൂ 2 ആണ്. 2 mod 2, അതായത് 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന ശിഷ്ടം എത്രയാണെന്നുള്ളത് അത് ഈക്വൽ ടു 0 ആണെന്നുള്ളത്. അപ്പോൾ എത്രയാണ് 2 mod 2 എന്ന് പറയുമ്പോൾ എന്താണ് 0 വരും. അത് 2നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 0 തന്നെയാണ് ശിഷ്ടം വരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യും, പ്രിൻറ്റ് i. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, 2 എന്നുള്ള വാല്യൂ പ്രിൻറ്റ് ചെയ്യും. എന്താ അവിടെ പ്രിൻറ്റ് ചെയ്യുന്നത്? i ആണ് പ്രിൻറ്റ് ചെയ്യുന്നത്. അത് പ്രത്യേകം സൂക്ഷിക്കണം. ഈ ഐയുടെ വാല്യൂ ആണ് ഇവിടെ പ്രിൻറ്റ് ചെയ്യണത്. അപ്പോൾ എത്രയാണ് 2 പ്രിൻ്റ് ആവും. ഇനി എന്ത് സംഭവിക്കും, ഇനി i 1 ഇൻക്രിമെൻ്റ് ആവും, 3 ആവും. അപ്പോൾ 3 വരുമ്പോൾ കേസ് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണോ ഇവിടെ ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞ ശേഷം നേരെ ഇങ്ങോട്ട് വരും. 3 mod 2 ഈക്വൽ ടു 0 ആണോ? 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം 0 ആണോ? അവിടെ നമുക്ക് എന്ത് വരും, മോഡ് 1 വരുന്നതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഈ ഈഫിൻ്റെ ഉള്ളിലുള്ള ഈ സാധനം വർക്കാവില്ല, നേരെ ഈഫിൻ്റെ പുറത്തോട്ട് പോകും. അപ്പോൾ എന്ത് ചെയ്യില്ല, 3 എന്നുള്ള വാല്യൂ വരുന്ന കേസിൽ ഈ ഈഫിൻ്റെ ഉള്ളിൽ ട്രൂ കേസ് വരില്ല. അതുകൊണ്ട് തന്നെ ഈ ഈഫ് വർക്ക് ചെയ്യില്ല. അടുത്തത് i ഇൻക്രിമെൻ്റ് ചെയ്യും. i 4 ആവും. 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n കണ്ടീഷൻ ശരിയാണ്. അതിൻ്റെ പേരിൽ ഇങ്ങോട്ട് വരും. ഈ 4 mod 2 വരും. അവിടെ എന്ത് ചെയ്യും, 0 വരും. അതിൻ്റെ പേരിൽ 4 പ്രിൻ്റ്. അപ്പോൾ 2 പ്രിൻ്റായി, 4 പ്രിൻ്റായി. പിന്നെ 5 വരുമ്പോൾ വീണ്ടും ഈ വർക്ക് ചെയ്യില്ല. 6 വരുമ്പോൾ വർക്ക് ചെയ്യും. അങ്ങനെ മോഡ് 2 വരുമ്പോൾ 0 വരുമ്പോൾ മാത്രം എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഈവൺ നമ്പേഴ്സ് മൊത്തം പ്രിൻ്റ് ആവും. നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് പ്രോഗ്രാം നമുക്ക് ഈവൺ നമ്പർ പ്രിൻ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ലിമിറ്റ് വെച്ച് ആ ലിമിറ്റ് വരെ ഈവൺ നമ്പർ പ്രിൻ്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇതിൽ ഞാൻ പ്രിൻ്റ് എഫും സ്കാൻ എഫും ഒന്നും എഴുതണില്ല. ഒരു ഡിഫാൾട്ടായിട്ടൊരു വാല്യൂ വയ്ക്കുകയാണ്. ഇതിൻ്റെ ലിമിറ്റ് എന്നുള്ള വേരിയബിളിൽ ഒരു 10 എന്നുള്ള വാല്യൂ വെച്ചിട്ടുണ്ട്. നിങ്ങൾ യൂസർ അടുത്ത് നിന്ന് മേടിച്ചിട്ട് തന്നെ ചെയ്യുക. ഈ 10 വെച്ചിട്ട് ലൂപ്പ് എഴുതി നോക്കാം നമുക്ക്. ഫോർ ലൂപ്പിൽ i അസൈൻ 1 മുതൽ സ്റ്റാർട്ട് ചെയ്ത് 1 ലെസ് ദാൻ ലിമിറ്റ് എന്നുള്ള വേരിയബിൾ വെച്ചു. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് i++ വെച്ചിട്ടുണ്ട്. ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. ആ i എന്നുള്ള വേരിയബിളിൽ എറർ ഉണ്ട്. അപ്പോൾ അത് i എന്നുള്ള വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ എറർ പോയി. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കണം. എന്തിനെ ഡിവൈഡ് ചെയ്ത് നോക്കണം,
ഡിവൈഡ് നോക്കുകയെന്ന് വെച്ചാൽ ഇഫ് കേസിലാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഐ എന്നുള്ള വാല്യൂവിനെ മോഡ് 2 എടുക്കുക. അതായത് ഫസ്റ്റത്തെ ഐയുടെ വാല്യൂ 1 ആണ്. ആ 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 0 വരികയാണെങ്കിൽ നമുക്ക് എന്താണ്, അപ്പോൾ നമുക്ക് ഈവൺ നമ്പേഴ്സ് 2 മുതൽ സ്റ്റാർട്ട് ചെയ്താൽ മതി. ആ ഒരു കേസിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, പ്രിൻ്റ് എഫിൽ പ്രിൻ്റ് ചെയ്യാം. ഐ പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ എന്ത് സംഭവിക്കും, 2 ആണ് ആദ്യം എടുത്തത്. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് 10 ആണ്. അപ്പോൾ ഈക്വൽ ടു ശരിയായതിൻ്റെ പേരിൽ നേരെ ഇങ്ങോട്ട് ഒരു ഈഫിൽ എന്ത് ചെയ്യും, 2 മോഡ് 2 ഈക്വൽ ടു 0 ആണോ, സിസ്റ്റം 0 ആയതുകൊണ്ട് മോഡ് 0 ആയതുകൊണ്ട് തന്നെ പ്രിൻ്റ് എഫിൽ എന്ത് വന്നു, 2 എന്നുള്ള പ്രിൻ്റായി. എഗെയിൻ ഐ ഇൻക്രിമെൻ്റ് ചെയ്തു, 3 ആയി. 3 ലെസ് ദാൻ ലിമിറ്റ് കണ്ടീഷൻ ശരിയായതിൻ്റെ പേരിൽ ഇങ്ങോട്ട് വന്ന് 3 മോഡ് 2 0 അല്ല 1 ആയതുകൊണ്ട് ഈ പ്രിൻ്റ് എഫ് വർക്ക് ആവില്ല. പിന്നെ 4 ആകുമ്പോൾ വർക്കാവും, 5 ആകുമ്പോൾ വർക്ക് ചെയ്യില്ല, 6 ആകുമ്പോൾ വർക്കാവും എന്നുള്ള രീതിയിൽ. അപ്പോൾ നമുക്കൊന്ന് ബിൽഡ് ചെയ്ത് നോക്കാം. ഓ 2 4 6 8 10 ഒരുമിച്ചുള്ളത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ലാഷ് തന്നെ ഇവിടെ ആഡ് ചെയ്യാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് റൺ ചെയ്യാം. ഇപ്പോൾ കറക്റ്റായില്ലേ, 2 4 6 8 10 ആയി. ഇനി ലിമിറ്റ് ഒന്ന് മാറ്റി നോക്കുക. ഇപ്പോൾ യൂസർ എൻ്റർ ചെയ്യുന്ന ഇപ്പോൾ നമ്മൾ 100 എൻ്റർ ചെയ്തു. 100 എൻ്റർ ചെയ്തിട്ട് നമ്മൾ റൺ ചെയ്ത് നോക്കുക. കണ്ടോ, അതിലുള്ള ഈവൺ നമ്പേഴ്സ് വന്നു. അത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അടുത്ത പ്രോബ്ലം പ്രൈം നമ്പർ ഫൈൻഡ് ചെയ്യുന്ന പ്രോബ്ലമാണ്. അപ്പോൾ ആദ്യം നമുക്ക് പ്രൈം നമ്പർ എന്താണെന്ന് നോക്കാം. പ്രൈം നമ്പർ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സംഖ്യ എടുത്തു കഴിഞ്ഞാൽ ആ സംഖ്യേനെ 1 കൊണ്ടും ആ സംഖ്യ കൊണ്ടും മാത്രമേ എന്ത് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് അതിനിടയ്ക്കുള്ള ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് മോഡ് 0 അല്ലെങ്കിൽ സിസ്റ്റം 0 ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് പ്രൈം നമ്പർ ആവത്തില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ 2 നമ്പർ നമുക്ക് കൺസിഡർ ചെയ്യാം. ഒന്ന് 6ഉം ഒരു 7ഉം എടുക്കുക. 6ൻ്റെ കേസിൽ ഒന്ന് ആലോചിക്കുക. 1 കൊണ്ട് എന്തായാലും ഇതാണ്, 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക 6നെ. അപ്പോൾ എന്ത് സംഭവിക്കും, മോഡ് 0 വരും. 3 ആൻസർ വരും, മോഡ് 0 വരും. 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക, അപ്പോഴും വരും എന്ത് 2 ആൻസർ വരും, 0 മോഡ് വരും. അപ്പോൾ ആ ഒരു കേസിൽ എന്താണ്, അത് പ്രൈം നമ്പർ അല്ല. ഇനി 7 എടുക്കുക. 7 എടുത്ത് നോക്കുമ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും മോഡ് വരും. 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വരും, 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വരും, 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വരും. അപ്പോൾ എന്താണ്, ആ ഒരു നമ്പർ 1ഉം 7ഉം അല്ലാതെ വേറെ ഒരു നമ്പറും എന്ത് ചെയ്യാൻ പറ്റില്ല 7ൻ്റെ കേസിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ. 7 അത് പ്രൈം നമ്പറാണ്. അങ്ങനെ ഇപ്പോൾ ഒരു 9 എടുക്കാൻ പറ്റുമോ? 9 എടുത്തു കഴിഞ്ഞാൽ എന്താണ്, 9 പ്രൈം അല്ല. എന്തുകൊണ്ടാണ്, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്പറുകൾ ഇപ്പോൾ 11 ചെയ്യാൻ പറ്റും, 11 പ്രൈം നമ്പറാണ്. അങ്ങനെ കുറച്ച് നമ്പർ സീരീസ് ഉണ്ട്. അപ്പോൾ പ്രൈം നമ്പർ എന്താണെന്നുള്ള ഒന്ന് മനസ്സിലാക്കുക. എന്നിട്ട് പ്രൈം നമ്പറിൻ്റെ ആ ലോജിക്ക് എങ്ങനെയാണ് ഇത് ഡിവൈഡ് ചെയ്ത് എടുക്കുക എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ അതന്നെയാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ലോജിക്കും. നമ്മൾ ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആ നമ്പർ ആദ്യം മുതൽ ആ നമ്പർ വരെയുള്ള ഡിവൈഡ് ചെയ്ത് നോക്കും, എവിടെയെങ്കിലും മോഡ് 0 വരുന്നുണ്ടോയെന്ന്. അതായത് 1 ഒഴികെ ആ സംഖ്യ ഒഴികെ അതിൻ്റെ ഏതെങ്കിലും ഇടയ്ക്കുള്ള സംഖ്യകളിൽ ഏതെങ്കിലും ഒന്ന് മോഡ് എടുക്കുമ്പോൾ 0 വരുന്നുണ്ടോയെന്ന് അറിയാം. മോഡ് എടുക്കുമ്പോൾ 0 വന്നു കഴിഞ്ഞാൽ അത് പ്രൈം നമ്പർ അല്ല. അപ്പോൾ നമ്മൾ ഞാൻ പ്രോഗ്രാം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 2 സ്റ്റാർട്ട് ചെയ്യണത്. ഇവിടെ 2 ലെസ് ദാൻ n/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സംഖ്യേനെ ഡിവൈഡ് ബൈ മോഡ് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ട, ഫുൾ നമ്പർ അതായത് 1 2 മുതൽ ആ നമ്പറിൻ്റെ തൊട്ട് മുന്നേ വരെയുള്ള നമ്പർ എടുക്കേണ്ട. അതിൻ്റെ പകുതി വരെ എടുത്താൽ തന്നെ എന്താണ് നമുക്ക് ആണോ അല്ലേ എന്നുള്ളത് മനസ്സിലും. ബാക്കി എല്ലാം ഡിവൈഡ് ചെയ്യുമ്പോൾ അതേ റിസൾട്ട് തന്നെയാണ് വരിക. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യുക, n/2 എടുത്താൽ മതി. n എന്ന് പറഞ്ഞാൽ യൂസർ എൻ്റർ ചെയ്യുന്ന നമ്പറാണ്. ഇപ്പോൾ ഒരു 15 അല്ലെങ്കിൽ 20 എന്നുള്ള നമ്പറായിരിക്കും. ആ നമ്പറിനെയാണ് നമ്മൾ ഡിവൈഡ് ബൈ 2 കൊടുക്കുക. അപ്പോൾ അത് വരെയുള്ള പകുതി വരെയുള്ള നമ്പർ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഈഫിൽ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. ഈഫിൽ എന്താ ചെയ്യണത്, എന്താണ് നമ്മൾ പറയുന്നത്, n നമ്മളെ സംഖ്യ യൂസർ എൻ്റർ ചെയ്ത ആ ഇൻപുട്ട് സംഖ്യ, അതിനെ മോഡ് ഐ എന്ന് പറഞ്ഞാൽ ആദ്യം 2 ആണ് നമുക്ക്. അപ്പോൾ എന്താണ് 2 മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കുന്നത്. ഇപ്പോൾ ഒരു 7ൻ്റെ കേസാണ് നോക്കിയാൽ 7ൻ്റെ കേസാണെങ്കിൽ n മോഡ് 2, 7ൻ്റെ കേസ് എന്തും 0 ആവത്തില്ല. 0 ആവാത്തത് കൊണ്ട് ഈ ഒരു കേസിലോട്ട് കടക്കത്തില്ല. 6ൻ്റെ കേസാണ് നോക്കിയാൽ ഇപ്പോൾ n-ൽ 6 ആണ് നോക്കിയാൽ അപ്പോൾ എന്ത് സംഭവിക്കും, n മോഡ് 2 ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, മോഡ് 0 വരുന്നുണ്ട്. 0 വരുന്ന കേസാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഇതിലോട്ട് കയറും. ഇതിൽ ഫ്ലാഗ് എന്നുള്ളൊരു വേരിയബിൾ വെച്ചിട്ടുണ്ട്. ഈ ഫ്ലാഗ് നമ്മൾ ഓൾറെഡി ആദ്യം വെച്ചിട്ടുള്ള ഫ്ലാഗ് 0 ആയിട്ട് വേരിയബിൾ സെറ്റ് വെച്ചിട്ടുണ്ട്. ഇവിടെ എപ്പോഴെങ്കിലും അതായത് ഏതെങ്കിലും 2 മുതൽ ആ സംഖ്യേന് വരെയുള്ള ഏതെങ്കിലും വാല്യൂ ഡിവൈഡ് ചെയ്യുമ്പോൾ മോഡ് 0 വന്നു കഴിഞ്ഞാൽ ഈ ഫ്ലാഗ് നമ്മൾ ചേഞ്ച് ചെയ്യും. അപ്പോൾ ഫ്ലാഗ് 1 ആക്കി വെക്കും.
ഇത് എന്താണ് ഇതൊരു പുതിയൊരു ബ്രേക്ക് നമ്മൾ ഓൾറെഡി സ്വിച്ചിൽ പഠിച്ചതാണ്. അപ്പോൾ എവിടെയെങ്കിലും ഒരു കേസിൽ നമുക്ക് എന്താണ് ഫ്ലാഗ് 1 ആയതിൻ്റെ കേസ് വന്നാൽ പിന്നെ പ്രൈം നമ്പർ അല്ല നമുക്ക് മനസ്സിലാവുകയാണ്. പിന്നെ നമുക്ക് അവിടെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നോർമലി എന്താണ് ഇത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ലൂപ്പ് ഇൻക്രിമെൻ്റ് ചെയ്ത് ലൂപ്പ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്തൊരു വർക്കിംഗ് ആണ് അവിടെ. ഓൾറെഡി പ്രൈം നമ്പർ എല്ലാം തെളിഞ്ഞു കഴിഞ്ഞു, പിന്നെയും പല നമ്പർ കൊണ്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എന്തെന്ന് വെച്ചാൽ ബ്രേക്ക് എന്ന് എഴുതി കഴിഞ്ഞാൽ ഏത് ലൂപ്പിലാണോ നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടുള്ളത് ആ ലൂപ്പിൻ്റെ പുറത്തോട്ട് സ്പോട്ടിൽ പോരും. അത് ബാക്കിയുള്ള ഒന്നും ഐട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ പുറത്തോട്ട് പോരും ഈ ബ്രേക്ക് എഴുതി കഴിഞ്ഞാൽ. അപ്പോൾ ബ്രേക്ക് ഒന്ന് മനസ്സിലാക്കുക. ഇനി എന്ത് ചെയ്യും, ആ ഒരു ഫ്ലാഗ് 1 ആക്കി വെച്ചിട്ടുണ്ട്, എന്നിട്ട് നേരെ എന്ത് ചെയ്യും ലൂപ്പിൻ്റെ പുറത്തോട്ട് വരും. ലൂപ്പിൻ്റെ പുറത്ത് ഇത് ആ പ്രോഗ്രാമിൻ്റെ ബാക്കി തന്നെയാണ്, ഈ സൈഡിൽ എഴുതിയെന്നേ ഉള്ളൂ. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യും ഫ്ലാഗ് 0 ആണോ എന്ന്. ഫ്ലാഗ് 0 എന്ന് വെച്ചാൽ ഡിഫോൾട്ടായിട്ട് ആദ്യം നമ്മൾ സെറ്റ് ചെയ്ത് 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇവിടെ എവിടെയെങ്കിലും ഡിവൈഡ് ബൈ മോഡ് 0 വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഫ്ലാഗ് 1 ആയിട്ടില്ല, ഫ്ലാഗ് 0 ആയിട്ട് തന്നെ കീപ്പ് ചെയ്യാണ്. അപ്പോൾ എന്ത് സംഭവിക്കും, പ്രൈം ആണെന്ന് നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. അല്ലാത്ത കേസിൽ നോൺ പ്രൈം ആണെന്ന് പ്രിൻറ്റ് ചെയ്യാം. ഈ അല്ലാത്ത കേസ് എങ്ങനെ വരിക, അല്ലാത്ത കേസ് എന്ന് വെച്ചാൽ ഫ്ലാഗ് എന്തായിട്ടുണ്ടായിരിക്കും 1 ആയിട്ടുണ്ടാവും. എപ്പോഴാണ് 1 ആവുന്നത്, ഏതെങ്കിലും അതായത് 2 മുതൽ അതിൻ്റെ അടയ്ക്കുള്ള സംഖ്യകൾ ഏതെങ്കിലും മോഡ് എടുക്കുമ്പോൾ 0 വന്നു കഴിഞ്ഞാൽ, വരാൻ പാടില്ല എന്നുള്ളതാണ്, വന്നു കഴിഞ്ഞാൽ എന്താവും ഫ്ലാഗ് 1 ആയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടുത്തെ ഈ കേസിൽ എൽസ് ആണ് വർക്ക് ചെയ്യുക, അപ്പോൾ നോൺ പ്രൈം എന്ന് പ്രിൻ്റ് ആവും. ഇനി നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റ് എക്സാമ്പിളൊക്കെ ഇട്ടിട്ട് നമുക്ക് വാല്യൂസ് എടുത്തത് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും കറക്റ്റായിട്ട്. ഇനി പ്രൈം നമ്പർ ചെക്ക് ചെയ്യാം. നമുക്ക് പ്രൈം നമ്പർ എന്താണെന്ന് ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തന്നാണ്. നമുക്ക് പ്രൈം നമ്പറിന് വേണ്ടിയിട്ട് ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, എന്നിൽ യൂസർ എൻ്റർ ചെയ്യുന്ന നമ്പർ വരിക എന്നുള്ളത് നമുക്ക് അസ്യൂം ചെയ്യാം. നിങ്ങൾ ചെയ്യുമ്പോൾ യൂസറോട് മേടിച്ചിട്ട് തന്നെ ചെയ്യാം. ഇൻപുട്ട് ചെയ്യുക, പ്രിൻ്റ് എഫിൽ എൻ്റർ ചെയ്യാൻ പറയുക, സ്കാൻ എഫിൽ അത് മേടിക്കുക. ഇവിടെ ഞാൻ തൽക്കാലം ജസ്റ്റ് എന്നിൽ അസൈൻ 10 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫോർ ലൂപ്പിൽ ഓപ്പറേഷൻ ചെയ്ത് നോക്കാം. ചെയ്യുമ്പോൾ ഇൻഡ് ഐ അസൈൻ എവിടെ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞാൽ 2 മുതലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എന്താ വെച്ചാൽ 1ഉം ആ സംഖ്യ എന്തായാലും ഡിവിഷൻ മോഡ് എന്തായാലും 0 വരും. ഇവിടെ ഐ അസൈൻ 2 സ്റ്റാർട്ട് ചെയ്തു. ഐ ലെസ് ദാൻ n വരെ കൊടുക്കാം, ഐ പ്ലസ് പ്ലസ് വരെ കൊടുക്കാം. n വരെയല്ല, നമുക്ക് പകുതി ഹാഫ് വരെ മതി എന്ന് പറഞ്ഞാൽ n/2 കൊടുത്താൽ മതി നമുക്ക്. ഈ ഐ ഡിക്ലെയർ ചെയ്യാത്തതിൻ്റെ എറർ ഉണ്ട്, അപ്പോൾ ഐ ഡിക്ലെയർ ചെയ്യാം നമുക്ക്. ഓക്കെ, അത്രയും സോൾവ് ആയി. അപ്പോൾ നമുക്ക് 2 മുതൽ ആ നമ്പറിൻ്റെ ഹാഫ് വരെ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാനുള്ള എല്ലാ ഓപ്ഷനും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈഫിനുള്ളിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുന്നത്. ഇവിടെ ഈഫിൽ നമുക്ക് ചെക്ക് ചെയ്യാം n മോഡ് ഐ ഈക്വൽ ടു ആണോ 0 ഈക്വൽ ടു ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. വേണമെങ്കിൽ ഇവിടെ ഒരു ബ്രേസും കൂടി ഇടാം നമുക്ക്. n മോഡ് ഐ സിൻടാക്സ് എറർ കാണിക്കുന്നുണ്ട്, അത് ബ്രാക്കറ്റ് ആവശ്യമില്ല. n മോഡ് ഐ ഈക്വൽ ടു 0 ആണെന്നുള്ളത് ചെക്ക് ചെയ്തു. 0 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഒരു ഫ്ലാഗ് എന്നൊരു വേരിയബിൾ സെറ്റ് ചെയ്യാം നമുക്ക്. അത് 0 ആയിട്ട് സെറ്റ് ചെയ്തിട്ട് ഇവിടെ അത് 0 എപ്പോഴെങ്കിലും കേസ് വരികയാണെങ്കിൽ ഫ്ലാഗ് 1 ആക്കി മാറ്റുക. അതുപോലെ ബ്രേക്ക് എന്നുള്ള ഒരു കീവേഡും കൂടെ ഇവിടെ ആഡ് ചെയ്യണം. ഈ ബ്രേക്ക് എന്താണെന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും ഫ്ലാഗ് 1 ആവേണ്ട കേസ് വന്നാൽ അപ്പോൾ ബ്രേക്ക് ചെയ്യുക, ലൂപ്പിൻ്റെ പുറത്തോട്ട് പോരുക. ഇനി ലൂപ്പിൻ്റെ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോണത് ഫ്ലാഗ് എന്നുള്ള വേരിയബിളാണ്. ബാക്കിയെല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. ഫ്ലാഗ് വേരിയബിൾ എപ്പോഴാണോ അപ്ഡേറ്റ് ആകുന്നത്, പ്രൈം നമ്പർ അല്ലാത്ത കേസിലാണ് ഫ്ലാഗ് വേരിയബിൾ അപ്ഡേറ്റ് ആവുന്നത്. ഇപ്പോൾ ഫ്ലാഗ് 0 ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഉള്ള, അതായത് ഇവിടെ ഫ്ലാഗ് നമ്മൾ ഓൾറെഡി ഡിഫോൾട്ടായിട്ട് 0 ഇനിഷ്യലൈസ് ചെയ്തപ്പോഴുള്ള 0 ആണെങ്കിൽ എന്താണ് പ്രൈം നമ്പർ ആണ് വെച്ചാൽ മാറിയിട്ടില്ല, ഫ്ലാഗ് മാറിയിട്ടില്ല എന്നാണ് പ്രൈം നമ്പർ ആണ്. അപ്പോൾ ഫ്ലാഗ് 0 ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, പ്രൈം നമ്പർ എന്ന് കൊടുത്ത്. എൽസ് കേസിൽ എന്ത് കൊടുക്കുക, നോട്ട് പ്രൈം എന്ന് കൊടുക്കുക.
ഒന്ന് ബിൽഡ് ചെയ്ത് നോക്കാം നമുക്ക്. റൺ ചെയ്യാം. നോട്ട് പ്രൈം 10 എന്തുകൊണ്ടാണ് 5 കൊണ്ട് ഡിവൈഡ് ചെയ്താലൊക്കെ വരുന്നുണ്ട്. നമുക്ക് നേരത്തെ പറഞ്ഞൊരു 13 നോക്കാം. പ്രൈം നമ്പർ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ 13 പ്രൈം നമ്പറാണ്, അല്ലാത്ത പ്രൈം നമ്പർ അല്ല എന്നുള്ള കറക്റ്റായിട്ട് വരുന്നുണ്ട്. പ്രോഗ്രാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് മനസ്സിലാവാത്തവർ ആ ലൂപ്പിൻ്റെ കൂടെ നമ്മൾ പറഞ്ഞ രീതിയിൽ ലൂപ്പിൻ്റെ കൂടെ ഒന്ന് പോയി നോക്കുക. ഐ അസൈൻ 2 ആണ്, 2 കണ്ടീഷൻ ചെക്ക് ചെയ്യും, എന്നിട്ട് അതിൻ്റെ കൂടെ പോവുക, അത് പേപ്പറിൽ എഴുതി വെക്കുക, എന്നിട്ട് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എവിടേക്കാണ് പോകുക നോക്കുക. അപ്പോൾ I<= ഓക്കെ അത് ശരിയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന ആൻസർ അതിലാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പോരുത്. കോഡ് എഴുതിയിരിക്കുന്നത് എന്താണെന്ന് നോക്കുക. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് അവിടെ എക്സിക്യൂട്ട് ആവണമെന്നുള്ളത്. അത് മാത്രമേ ആൻസറിൽ വരുള്ളൂ. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ അനലൈസ് ചെയ്ത് നമുക്ക് കാര്യം മനസ്സിലാവും. പിന്നെ ഐയുടെ വാല്യൂ മാറുന്നൊക്കെ ഒരു പേപ്പർ എടുത്തിട്ട് എഴുതി വെച്ച് നോക്കി കഴിഞ്ഞാൽ ഒന്ന് ലൂപ്പിൻ്റെ കൂടെ ഒന്ന് പോയി കഴിഞ്ഞാൽ ലൂപ്പ് മനസ്സിലാവും. പിന്നെ നിങ്ങൾക്ക് യാതൊരു പേടിയും വേണ്ട. ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിൽ ലൂപ്പിൽ പിന്നെ യാതൊരു ഡൗട്ടും ഉണ്ടാവില്ല. ഒരു പ്രാവശ്യമെങ്കിലും ആ പേപ്പറിൽ എഴുതി വെച്ചാൽ ലൂപ്പിൻ്റെ കൂടെ ഫുള്ളൊന്ന് പോയി നോക്കുക. ഓക്കെ, ഇപ്പോൾ കുറേ പ്രോഗ്രാം നമ്മൾ ചെയ്തു. ഒരു 4ഓളം പ്രോഗ്രാമുകൾ നമ്മൾ ലൂപ്പ് വെച്ചിട്ട് ചെയ്തു. അതെല്ലാം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. നിങ്ങൾ വിചാരിക്കും പ്രോഗ്രാം പുറത്തുനിന്ന് നോക്കിയിട്ട് അയ്യോ എനിക്ക് ലോജിക്ക് മനസ്സിലായി, ലോജിക്ക് കിട്ടില്ല എന്ന് വിചാരിക്കരുത്. എല്ലാ പ്രോഗ്രാമേഴ്സും ഇപ്പോൾ നമ്മളൊക്കെ അടക്കം ആദ്യം തന്നെ പ്രോഗ്രാം ക്വസ്റ്റ്യൻ കേൾക്കുമ്പോഴേക്കും ആർക്കും ചെയ്യാൻ പറ്റില്ല. എല്ലാവരും അതെന്താണ് സംഭവിക്കണമെന്ന് ഇരുന്ന് ലൈൻ ബൈ ലൈൻ ഇരുന്ന് നോക്കി മനസ്സിലാകുമ്പോൾ ആ പ്രോബ്ലത്തിൻ്റെ ലോജിക്ക് മനസ്സിലാവും. അങ്ങനെ അടുത്ത പ്രോബ്ലം നമ്മൾ നോക്കുമ്പോൾ അതും കുറച്ച് മനസ്സിലാവും. അങ്ങനെ കുറേ പ്രോബ്ലംസ് നോക്കി കഴിയുമ്പോഴാണ് ഈ ലോജിക്ക് എന്നുള്ള സാധനം അടുത്തൊരു പ്രോബ്ലം വരുമ്പോൾ ഇത് മറ്റേതൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാലോ എന്നുള്ളൊരു ബോധം വരുന്നത്. അല്ലാതെ ഇത് നോക്കാതെ പുറത്തുനിന്ന് നോക്കിയിട്ട് അയ്യോ ഇത് ലോജിക്ക് എന്നെ കൊണ്ട് പറ്റില്ല എന്നല്ല. ജസ്റ്റ് സ്റ്റെപ്പുകൾ നോക്കിയാൽ മതി. പ്രത്യേകിച്ച് റൂളോ പ്രത്യേകിച്ച് ഇക്വേഷൻസോ ഒന്നും പഠിക്കേണ്ടതിന് വേണ്ടിയിട്ട് ആ ഒരു പ്രോബ്ലം അപ്പം എടുത്ത് നോക്കുക. എന്നാൽ തന്നെ മനസ്സിലാവും. ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ലൂപ്പ് എന്താണെന്ന് മനസ്സിലാക്കുക, ലൂപ്പിൻ്റെ വർക്കിംഗ് മനസ്സിലാക്കുക, എവിടേക്ക് എങ്ങനെ പോകുക എന്നുള്ളത് മനസ്സിലാക്കുക. ആ ഒരു ഓർഡറിൽ നോക്കിയാൽ അത് മനസ്സിലാവും. അതിനപ്പുറം പുറമേ നിന്ന് ഒരു സാധനം അതിൽ വരില്ല. കോഡിംഗ് ആണ്, വേറെ എന്തോ കോഡ് വരുമോ ഇവിടെ വരുമോ അതൊന്നും ചിന്തിക്കേണ്ട. നമ്മൾ എഴുതിയ കോഡിൽ എന്താണോ ഉള്ളത്, നമ്മൾ പഠിച്ച ലൂപ്പ് എന്താണോ അതിന് ആ ഒരു കറക്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതിൽ വരുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു കാര്യം ലോജിക്കും വരില്ല. അപ്പോൾ അത് മാത്രം ഒന്ന് നോക്കിയാൽ മനസ്സിലാവും ആർക്കും. ഇനി നമ്മൾ വളരെ ലോജിക്കലായിട്ട് കുറച്ചുകൂടി ഒന്ന് ബുദ്ധി ചെലുത്തേണ്ട കാര്യമാണ്. ഒന്നുകൂടി ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അതായത് 2 ലൂപ്പ്, അതായത് ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വീണ്ടും ലൂപ്പ് വരികയാണ്. നെസ്റ്റഡായിട്ട് ലൂപ്പ് വരുന്നൊരു ഇതാണ് നമ്മൾ പ്രോബ്ലമാണ് ചെയ്യാൻ പോകുന്നത്. ഇത് മനസ്സിലായാലേ നമുക്ക് അടുത്ത ലെവൽ ഓഫ് കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ. ഇത് മസ്റ്റായിട്ട് മനസ്സിലാക്കിയേ പറ്റുള്ളൂ. ഇങ്ങനത്തെ ഏത് പ്രോഗ്രാം വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുകയാണ്. നമ്മൾ ചെയ്യുന്നത് ഇനി സ്റ്റാറിൻ്റെ പാറ്റേൺ മാച്ചിങ്ങിൻ്റെ പ്രോബ്ലംസാണ്. പാറ്റേൺ നമ്മൾ ഇങ്ങനെ, അതായത് ഒരു സ്റ്റാർ നമുക്ക് ഒരു റോയിൽ ഡിസ്പ്ലേ ചെയ്യണം, രണ്ടാമത്തെ റോയിൽ 2 സ്റ്റാർ, മൂന്നാമത്തെ റോയിൽ 3 സ്റ്റാർ എന്നുള്ള രീതിയിൽ ഇങ്ങനെ എന്ത് ചെയ്യണം, ഓരോ റോ കഴിയുമ്പോഴും എന്ത് ചെയ്യണം, നമുക്ക് സ്റ്റാറുകളുടെ എണ്ണം കൂട്ടിയിട്ട് ഇങ്ങനെ പോകണം. അപ്പോൾ ഒരു ട്രയാങ്കിൾ മോഡൽ ഇങ്ങനെ കിടക്കും. ഈ ഒരു രീതിയിൽ സ്റ്റാർ നമുക്ക് എവിടെ പ്രിൻ്റ് ചെയ്യണം, കൺസോളിൽ പ്രിൻ്റ് ചെയ്ത് കൊടുക്കണം. യൂസർ 5 ആണ് പറയുന്നതെങ്കിൽ 5 റോ വേണം. യൂസർ 10 ആണ് പറയണമെങ്കിൽ 10 റോ വെച്ച് പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ യൂസർ ഒരു നമ്പറാണ് തരും, ആ നമ്പർ അത്രയും ലെവലുള്ള റോയിലുള്ള സ്റ്റാറുകൾ നമ്മൾ പ്രിൻ്റ് ചെയ്ത് കാണിക്കണം. ആ പ്രോഗ്രാം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇത് 2 ഫോർ ലൂപ്പ് വെച്ചിട്ടാണ് ചെയ്യുക. ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇത് ആദ്യമായിട്ട് കാണുമ്പോഴേക്കും ഇത് മുൻകൂട്ടി ഒന്നും ആർക്കും കിട്ടത്തില്ല. എല്ലാവരും ഇത് ആദ്യം നോക്കി ഇതെന്താ സംഭവിക്കണമെന്ന് നോക്കി മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ട് അപ്പോഴാണ് അതിൻ്റെ ലോജിക്ക് കിട്ടുക. അങ്ങനെ അത് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. പിന്നെ അടുത്തൊരു സ്റ്റാർ വേറെ ടൈപ്പ് കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളൊരു പ്ലാൻ വരികയാണ് ചെയ്യുക. അല്ലാതെ വേറെ എങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് നോക്കാം. I അസൈൻ 1 എടുത്തിട്ടുണ്ട്, I<n. ഈ n എന്നുള്ള യൂസറെ ഇൻപുട്ട് ചെയ്യുന്ന നമ്പർ, യൂസർ ഇപ്പോൾ 5 ആണ് എക്സാമ്പിൾ നമ്മൾ നോക്കാം. 5 റോ ആണ് വേണ്ടതെന്നുള്ളത് യൂസർ എക്സാമ്പിളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെ ഇവിടെ വന്നിട്ടുണ്ട്. ഈ രണ്ടാമത്തെ, അതായത് ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ ശ്രദ്ധിക്കുക, വേറൊരു ലൂപ്പ് വന്നിട്ടുണ്ട്. ഈ ലൂപ്പിൽ പറഞ്ഞിട്ടുള്ള J എന്നുള്ള പുതിയൊരു വേരിയബിൾ വെച്ചിട്ടുണ്ട്. അവിടെ J അസൈൻ 0 എന്ന് കൊടുത്തിട്ടുണ്ട്. J< I എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഇവിടെ സാധാരണ നമ്മളൊരു ലൂപ്പൊക്കെ ഉണ്ടാകുമ്പോൾ യൂസറെ ഇൻപുട്ട് ചെയ്യേണ്ടതാണ് ലിമിറ്റ് കൊടുക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ I എന്നുള്ള വേരിയബിളാണ് ലിമിറ്റ് കൊടുത്തിരിക്കുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ ഫസ്റ്റത്തെ, അതായത് പ്രിൻ്റ് നടക്കുന്നത് രണ്ടാമത്തെ ലൂപ്പിനുള്ളിലാണ്. അപ്പോൾ രണ്ടാമത്തെ ലൂപ്പിനുള്ളിൽ പ്രിൻ്റ് നടക്കുമ്പോൾ ഉള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ I1 സ്റ്റാർട്ട് ചെയ്തു, രണ്ടാമത്തെ ലൂപ്പിൽ ഫസ്റ്റ് പ്രിൻ്റ് ചെയ്യേണ്ടത് നമുക്ക് 1 സ്റ്റാറാണ്.
അപ്പോൾ ഇതാദ്യം നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ലൂപ്പ് നമുക്ക് റോകൾ ഇടാനും ഈ ലൂപ്പ് നമുക്ക് എത്ര സ്റ്റാറുകൾ ഇടാനും എന്നുള്ളതാണ് നമുക്ക് എന്തുണ്ട് കൺസിഡർ ചെയ്യേണ്ടത്. അതിൽ ഈ ലൂപ്പിൽ വന്നു കഴിഞ്ഞാൽ ഐ അസൈൻ 1 എടുത്തു, 1< n5 ആണ് നമ്മൾ n എന്ന് പറഞ്ഞിട്ടുള്ളത്, ചെക്ക് ചെയ്തു, കണ്ടീഷൻ ശരിയായതിൻ്റെ പേരിൽ ഉള്ളോട്ട് വന്നു. ജെ അസൈൻ 0 എടുത്തിട്ടുണ്ട്, J<i, ജെയിൽ ഇപ്പോൾ 0 ഉള്ളത്, ഐയിൽ 1 ആണുള്ളത്. അപ്പോൾ 0<1 എന്നുള്ള കണ്ടീഷൻ ശരിയാണ്, ശരിയായതിൻ്റെ പേരിൽ നേരെ ഇങ്ങോട്ട് വരും. ഇവിടെ വരുമ്പോൾ പ്രിൻറ്റ് സ്റ്റാർ, ഈ സ്റ്റാർ പ്രിൻറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഈ ഒരു സ്റ്റാർ നമുക്കിവിടെ പ്രിൻ്റ് ആവും. ഇതിലാർക്കും ഡൗട്ടില്ല എന്ന് വിചാരിക്കണം, ഒരു സ്റ്റാർ ഫസ്റ്റ് സ്റ്റാർ പ്രിൻ്റ് ആവും. ഇത് കഴിഞ്ഞാൽ നേരെ എങ്ങോട്ട് പോകും എന്നുള്ളതാണ് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവില്ലേ. ഇങ്ങോട്ട് പോവോ അത് ഇങ്ങോട്ട് പോവോ അത് ഇങ്ങോട്ട് പോവോ എന്നുള്ളതാണ് ഡൗട്ട് ഉണ്ടാവുക. നേരെ ഈ സ്റ്റാർ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ലൂപ്പ് ബ്രേസ് സ്റ്റാർട്ട് ചെയ്ത് ക്ലോസ് ചെയ്യുന്നത് ഇവിടെയാണ്. ഇനി ഈ ലൂപ്പിൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നേരെ എന്ത് ചെയ്യുന്നത്, ഈ ലൂപ്പിൻ്റെ ജെ ആണ് ഇൻക്രിമെൻറ്റ് ചെയ്യുക. ജെ എത്രയായി മാറും? ജെ നമുക്ക് 1 ആയിട്ട് മാറും. 0 ഉണ്ടായിരുന്നത് 1 ആയിട്ട് മാറും. അത് എന്നിട്ട് കണ്ടീഷൻ വീണ്ടും ചെക്ക് ചെയ്യും, 1<1. ആ കണ്ടീഷൻ അവിടെ എന്ത് ചെയ്യും, ഫാൾസ് ആണ് എൻ്റെ പേരിൽ. ഈ ലൂപ്പിൻ്റെ പുറത്തോട്ട് പോരും. ഈ ലൂപ്പിൻ്റെ പുറത്തോട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോകുക എന്നുള്ളതാണ് അടുത്ത ഡൗട്ട്. ഈ ലൂപ്പിൻ്റെ പുറത്തോട്ട് പോരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടാണ്, അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലോട്ടാണ് വരിക. അതായത് ഈ ലൂപ്പിൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ ലൂപ്പ്. അത് കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റെപ്പ് ഉണ്ട്. ഈ സ്റ്റെപ്പുകളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇൻക്രിമെൻറ്റിലോട്ടും ഡിക്രിമെൻറ്റിലോട്ടും ഇവിടെ പോവുള്ളൂ. അപ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെ /n എന്ന് പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഈ /n എന്നുള്ളൊരു എസ്കേപ്പ് സീക്വൻസ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ %d ഒക്കെ പ്രിൻ്റ് ഉള്ളിൽ നമ്മൾ എഴുതാറുണ്ടല്ലോ, വേരിയബിൾ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഒരു /n എന്നുള്ളൊരു സിമ്പിളും കൂടി, ഈ സിമ്പിൾ ഇട്ട് കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ഡിസ്പ്ലേ ഒന്നും കാണുന്നില്ല. പക്ഷേ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പ്രിൻറ്റ് ചെയ്യേണ്ട കൺസോളിൽ പ്രിൻറ്റ് ചെയ്യേണ്ട കർസർ എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റെപ്പ് താഴോട്ട് അങ്ങ് ചാടും. അപ്പോൾ ഓട്ടോമാറ്റിക്കാണ് എന്ത് സംഭവിക്കും, ഇവിടെ എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കർസർ ഒരു സ്റ്റാർ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്, കർസർ താഴെ വന്ന് കിടക്കും, രണ്ടാമത്തെ റോയിൽ വന്ന് കിടക്കും. എന്നിട്ട് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഐ ഇൻക്രിമെൻ്റ് ആവും. ഐയുടെ വാല്യൂ എത്രയായി മാറും? ഐ ഇവിടെ 1 ഉണ്ടായിരുന്നത് അത് എന്തായാലും 2 ആയി മാറും. 2<5 കണ്ടീഷൻ ശരിയാണ്. കണ്ടീഷൻ ശരിയായതിൻ്റെ പേരിൽ നേരെ ഇങ്ങോട്ട് വരും. ജെ വീണ്ടും ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഓൾറെഡി ജെ നമ്മൾ 0 എടുത്ത് കഴിഞ്ഞ ലൂപ്പാണ്. പക്ഷേ ഇവിടുത്തെ അതായത് 1 ഇൻക്രിമെൻറ്റ് ചെയ്ത് വീണ്ടും ഈ സ്റ്റേറ്റ്മെൻറ്റിലോട്ട് വരുന്നതിൻ്റെ പേരിൽ ജെ വീണ്ടും ഇനീഷ്യലൈസ് ചെയ്യും. അതായത് ഈ ഭാഗത്തോട്ട് വീണ്ടും വരും. അപ്പോൾ ജെയുടെ വാല്യൂ 0 ആയിട്ട് മാറും. 0 ഇവിടെ ഐയുടെ വാല്യൂ ഇപ്പോൾ എത്രയാണ്? 1 മാറി 2 ആയിട്ടുണ്ട്. അപ്പോൾ 0 <2 എന്നുള്ള കണ്ടീഷൻ ശരിയായതിൻ്റെ പേരിൽ ഇങ്ങോട്ട് വരും, സ്റ്റാർ പ്രിൻ്റ് ചെയ്യും. അപ്പോൾ രണ്ടാമത്തെ റോയിലാണ് ഇപ്പോൾ കർസർ എടുക്കുന്നത്, അവിടെ എന്ത് ചെയ്യും, ഒരു സ്റ്റാർ പ്രിൻ്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ നേരെ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ ലൂപ്പിൻ്റെ വീണ്ടും ഇൻക്രിമെൻ്റ് ആവും. ജെ എത്രയും മാറും? 1 ആയിട്ട് മാറും. 1<2 ആണ് കണ്ടീഷൻ ശരിയാണ്. വീണ്ടും ഒരു സ്റ്റാർ കൂടി. അപ്പോൾ 2 സ്റ്റാർ ആയി. എന്ത്, ആ റോ തന്നെ 2 സ്റ്റാർ പ്രിൻ്റായി. അത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ ലൂപ്പ് വീണ്ടും ഇൻക്രിമെൻ്റ് ഇവിടെ കണ്ടീഷൻ ഫാൾസ് ആവും. ഫാൾസ് ആയതിൻ്റെ പേരിൽ നേരെ ഇവിടെ വരും ന്യൂ ലൈൻ. അപ്പോൾ എന്ത് ചെയ്യും, മൂന്നാമത്തെ റോയിലോട്ട് പോയി നിൽക്കും. പിന്നെ വീണ്ടും വീണ്ടും ഇൻക്രിമെൻ്റ് ഐയുടെ വാല്യൂ 3 ആയി മാറും. ഇവിടെ വീണ്ടും ജെ 0 എടുക്കുമ്പോൾ ജെ 0 മുതൽ 3 വരെ എന്ന് പറയുമ്പോൾ 0 1 2 3 സ്റ്റാർ ഇവിടെ വീണ്ടും പ്രിൻ്റ് ആവും. അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ലൈൻ എന്ന് കഴിഞ്ഞാൽ വീണ്ടും ഇൻക്രിമെൻ്റ് ആവും. ഐയുടെ വാല്യൂ 4 ആവും. അപ്പോൾ വീണ്ടും ജെയുടെ വാല്യൂ എന്താ 0 മുതൽ തുടങ്ങും. 0 1 2 3 4 4 സ്റ്റാർ വരും. അങ്ങനെ എത്ര റോ ഉണ്ടോ ഇവിടെ എന്നിന് എത്ര റോ വരുന്നോ അത്രയും റോയിൽ അത്രയും എണ്ണത്തിനനുസരിച്ച് സ്റ്റാറുകൾ എന്ത് ചെയ്യും, ഓരോ റോയിലും പ്രിൻ്റ് ചെയ്ത് വരും. അപ്പോൾ ഈ ഒരു കാര്യം ഇങ്ങനെ തന്നെയാണ് നോക്കിയിട്ട് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ തന്നെ ഒന്ന് നോക്കുക, ഒന്ന് പറഞ്ഞു ഒന്നുകൂടി ഒന്ന് ഇതിൻ്റെ കൂടെ തന്നെ ഒന്നുകൂടി നോക്കുക, ഒന്നുകൂടി ഒന്ന് റീബാക്ക് ചെയ്തിട്ട് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക എന്നിട്ട് മനസ്സിലാവുണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഇനി എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ എന്തായാലും ക്ലിയറായി മനസ്സിലാവും. ഇനി നമുക്ക് സ്റ്റാറിൻ്റെ പാറ്റേൺ ഡിസ്പ്ലേ ചെയ്യണ ഒരു പ്രോഗ്രാം നോക്കാം. ഇത് പഠിക്കുന്നതോടെ ഇത് പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ലൂപ്പിൽ യാതൊരു പേടി നിങ്ങൾ പഠിക്കേണ്ട. ഏത് ലൂപ്പ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഈ അതായത് ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ വേറെ ലൂപ്പൊക്കെ വരുന്ന രീതിയിലാണ് ഇതൊന്ന് മൊത്തം ഒന്ന് വർക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടാണ് നിങ്ങൾ ഈ സ്റ്റാർ പ്രിൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. പിന്നെ ലൂപ്പിൻ്റെ കാര്യത്തിൽ യാതൊരു പേടിയും വേണ്ട. അപ്പോൾ നമുക്കൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഈ ലൈൻ എടുത്ത് കളിയാണ്. എന്നിട്ട് ലിമിറ്റ് വേരിയബിളിലൊരു 5 വെച്ചിട്ടുണ്ട്. ഫോർ ലൂപ്പ് എഴുതാം. ഫോർ ലൂപ്പിനുള്ളിൽ ഐ അസൈൻ 1 വെച്ചിട്ടുണ്ട്. ഐ ലെസ് ദാൻ ലിമിറ്റ് വയ്ക്കാം. നമുക്ക് ഐ++ വെച്ചിട്ടുണ്ട്.
രണ്ടാമത് വീണ്ടും അതിൻ്റെ ഉള്ളിലെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എന്താണെന്ന് പറഞ്ഞു, വീണ്ടും ഒരു ലൂപ്പാണ്. അത് വീണ്ടും ജെ അസൈൻ 0 ആണ്, ജെ ലെസ് ദാൻ ഐ ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ തൊട്ട് മുകളിലെ ലൂപ്പിൻ്റെ വേരിയബിളിൻ്റെ ലിമിറ്റിനനുസരിച്ചാണ് രണ്ടാമത്തെ ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ജെ പ്ലസ് പ്ലസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഇവിടെ ഐയും ജെക്കും നമുക്കൊരു എറർ വരുന്നതെന്ന് വെച്ചാൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഐയും വേരിയബിളും നമുക്ക് ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഐയും ജെയും നമ്മൾ ഡിക്ലെയർ ചെയ്ത്, അപ്പോൾ എററൊക്കെ പോയി. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പ്രിൻ്റ് ചെയ്യണം. പ്രിൻ്റ് എഫിൽ എന്ത് ചെയ്യാം, സ്റ്റാർ പ്രിൻ്റ് ചെയ്യാം. സ്റ്റാർ പ്രിൻ്റ് ചെയ്തു. സ്റ്റാർ പ്രിൻ്റ് ചെയ്ത് ഈ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞത്, ഒരു സ്റ്റാർ കഴിഞ്ഞാൽ ന്യൂ ലൈൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതൊന്ന് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. പാറ്റേൺ പ്രിൻറ്റിങ്. യെസ്, നമ്മൾ ലിമിറ്റ് കൊടുത്തിരിക്കുന്നത് ഇവിടെ വേണമെങ്കിൽ 5 കൊടുത്തിരിക്കുന്നത്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് കൊടുത്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യും, 5 വരെ വരും. നമുക്ക് വേണമെങ്കിൽ ഒരു വലിയ സംഖ്യ കൊടുക്കാം, ഒരു 10 വെച്ച് നമുക്ക് കൊടുത്തു വെക്കാം. പാറ്റേൺ പ്രിൻറ്റിങ് ഇവിടെ റൺ ചെയ്താലും ഓൾറെഡി റൺ ചെയ്തുകൊണ്ട് ഇവിടെ ഇതുണ്ടോ, സ്റ്റാർ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ സ്റ്റാർ കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഒരു സ്പേസും കൂടെ വേണമെങ്കിൽ ഇട്ട് നോക്കാം. അപ്പോൾ ഒന്നുകൂടി വൃത്തിയായിട്ട് കാണാൻ പറ്റും നമുക്ക്. കണ്ടോ, വളരെ നൈസായിട്ട് സ്റ്റാറൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഗ്യാപ്പൊക്കെ വന്നിട്ട്. ഫോർ ലൂപ്പിൻ്റെ കുറേ പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന ഇമ്പോർട്ടൻ്റ് 2 കാര്യങ്ങളൂടെ ഉണ്ട് നമുക്കിവിടെ. ബ്രേക്കും കണ്ടിന്യൂവും. ബ്രേക്ക് നമ്മൾ ഓൾറെഡി ഒരു പ്രോഗ്രാമിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നാലും ബ്രേക്കും കണ്ടിന്യൂ എന്താണെന്നുള്ള നമുക്ക് നോക്കാം. നമ്മളൊരു ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്ത് കോഡ് ഇങ്ങനെ നമ്മൾ കോഡ് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും. ഓരോ ലൈനും ഓരോ കോഡാണെന്ന്, ഒരു പ്രിൻ്റ് എഫോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്പറേഷൻസോ എന്തെങ്കിലും ആണെന്നൊക്കെ വിചാരിക്കുക. അപ്പോൾ കുറേ കോഡ് ഇങ്ങനെ റൈറ്റ് ചെയ്ത് പോവുകയാണ്. അതിനിടയ്ക്ക് ആദ്യം നമുക്ക് ബ്രേക്കിനെ കുറിച്ച് പറയാം. കണ്ടിന്യൂ അവിടെ നിൽക്കട്ടെ. ബ്രേക്ക് വന്നെന്ന് വിചാരിക്കുക. ബ്രേക്ക് എന്ന് എഴുതിയിട്ടൊരു സെമിക്കോൾ ഉണ്ട്. എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ ലൂപ്പിൻ്റെ പുറത്തോട്ട് സ്പോട്ടിൽ പോരും. ഈ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്ത ഇവിടെ ഈ ലൂപ്പ് ക്ലോസ് ചെയ്യണം, എൻഡ് ചെയ്യണം. ഇവിടെ ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ ഈ താഴെയുള്ള ഈ 2 ലൈൻ ഉണ്ടല്ലോ, ഇപ്പോൾ ഇവിടെ വരച്ചിട്ടുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യാതെ ബ്രേക്ക് എവിടെ വരുന്നോ അപ്പോൾ ആ ലൂപ്പിൻ്റെ പുറത്തോട്ട് പോരും. ബ്രേക്ക് ചെയ്ത് പോരുക. ബ്രേക്ക് നെയിമിൽ തന്നെ ഉണ്ട്, ബ്രേക്ക് ചെയ്യുക. ഇനി കണ്ടിന്യൂ ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടെ വരെ വന്നു കഴിഞ്ഞിട്ട് കണ്ടിന്യൂ എന്നുള്ള ബ്രേക്ക് അല്ല കണ്ടിന്യൂ ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാതിരിക്കും, പക്ഷേ ലൂപ്പിൻ്റെ പുറത്തോട്ട് പോരില്ല. ഈ ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻറ്റിൽ ഈ 3ാമത്തെ സെക്ഷൻ ഉണ്ടല്ലോ നമ്മുടെ ലൂപ്പിലെ, ഈ സെക്ഷനിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും നോക്കിയിട്ട് വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്ത് വീണ്ടും വർക്ക് ചെയ്യും. അപ്പോൾ കണ്ടിന്യൂ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെ വരെ എത്തിയിട്ട് വീണ്ടും ലൂപ്പിൻ്റെ ആദ്യത്തോട്ട് പോയിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാ പിന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് എഴുതണമെന്ന് വിചാരിക്കും. അതിന് കണ്ടിന്യൂ വെറുതെ ആരും എഴുതൂല. എന്തെങ്കിലും ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ഒരു ഈഫ് കേസിൻ്റെ ഉള്ളിലേക്ക് ആവും കണ്ടിന്യൂ എഴുതുക. ഇപ്പോൾ ഒരു 5ാമത്തെ റൗണ്ട്. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ നോക്കാം. ബ്രേക്കും കണ്ടിന്യൂ എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാവും. ആദ്യം ബ്രേക്കിൻ്റെ എക്സാമ്പിൾ നോക്കാം. ബ്രേക്ക് നമ്മൾ ഈ ഒരു പ്രോഗ്രാം കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും എന്തിൻ്റെ പ്രോഗ്രാമാണെന്ന്. ഈ പ്രോഗ്രാം എന്താണ്, ഐ അസൈൻ 0, ഐ ലെസ് ദാൻ 10, ഐ പ്ലസ് പ്ലസ്. എന്താണ്, ഐ 0 മുതൽ 10 വരെ വർക്ക് ചെയ്യും. 10 റൗണ്ട് എന്ത് ചെയ്യും, അത് ഐട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യും. ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റായിട്ട് ഹായ് എന്നുള്ളത് പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഹായ് എന്നുള്ളത് കൺസോളിൽ ഔട്ട്പുട്ട് വരും. ഇവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഈ ഐ ഈക്വൽ ടു 5 ആണോ ചെക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആണെങ്കിൽ മാത്രം ബ്രേക്ക് വിളിച്ചിട്ടുണ്ട്. ആ ഈഫ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെ പ്രിൻ്റ് എഫിൽ ഹലോ വിളിച്ചിട്ടുണ്ട്. ഈ ബ്രേസ് ക്ലോസ് ചെയ്യുക, അതായത് ഈ ഫോർ ലൂപ്പിൻ്റെ ബ്രേസ് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആ ഫോർ ലൂപ്പിൻ്റെ പുറത്ത് ഒരു പ്രിൻ്റ് എഫിൽ ഫിനിഷ്ഡ് എന്നും വിളിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ വർക്ക് ചെയ്യും നോക്കാം. ആദ്യം ഐ അസൈൻ 0 എടുത്ത് കണ്ടീഷൻ എന്താ 0 ലെസ് ദാൻ 10 ആണോ ശരിയാണോ നോക്കി. കണ്ടീഷൻ ശരിയായതിൻ്റെ പേരിൽ നേരെ ഉള്ളിലോട്ട് കിടന്നപ്പോൾ ഹായ് പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞ് കൺസോൾ ഒരു ഹായ് വന്നു. നേരെ ഇവിടെ വരും ഐ ഈക്വൽ ടു 5 ആണോ, ആയുടെ വാല്യൂ എത്രയാണ്, ഇപ്പോൾ 0 ആണ് നിൽക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യില്ല, ഈ സാധനം എടുക്കില്ല, ഇത് വർക്ക് ചെയ്യില്ല. നേരെ ഇവിടെ വരും പ്രിൻ്റ് എഫിൽ ഹലോ വർക്ക് ചെയ്യും. അപ്പോൾ ഹായ് പ്രിൻ്റ് ചെയ്യും, ഹലോ പ്രിൻ്റ് ചെയ്യും. വീണ്ടും ഐ ഇൻക്രിമെൻ്റ് ആവും, ഐ 1 ആവും. 1 ലെസ് ദാൻ 10 ആണ് കണ്ടീഷൻ ശരിയായതിൻ്റെ പേരിൽ ഇങ്ങോട്ട് വീണ്ടും വരും. വീണ്ടും ഹായ് വർക്ക് ചെയ്യും. ഇവിടെ എത്തുമ്പോൾ വർക്ക് ചെയ്യില്ല, വീണ്ടും ഹലോ വർക്ക് ചെയ്യും. അപ്പോൾ ഹായ് ഹലോ എന്ന്. അങ്ങനെ 3ാമത്തെ തവണയും വരും, 4ാമത്തെ തവണയും വരും. 5ാമത്തെ തവണ ഇവിടെ എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ
ഈക്വൽ ടു 5 ആണോ നോക്കിയപ്പോൾ കണ്ടീഷൻ ശരിയാണ്. കണ്ടീഷൻ ശരിയായതിൻ്റെ പേരിൽ ലീഫിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ അവിടെ ബ്രേക്ക് വിളിച്ചിട്ടുണ്ട്. ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂപ്പിൻ്റെ പുറത്തോട്ട് പോരുക എന്നാണ്. ഏത് ലൂപ്പിൻ്റെ ഉള്ളിലാണോ ബ്രേക്ക് വിളിച്ചിട്ടുള്ളത് ആ ലൂപ്പിൻ്റെ പുറത്തോട്ട് വരും. അപ്പോൾ എന്ത് ചെയ്യും, 5ാമത്തെ തവണ എത്തുമ്പോൾ ഇവിടെ അതായത് ഹലോ പോലെ എക്സിക്യൂട്ട് ചെയ്യാതെ ബ്രേക്ക് ചെയ്തിട്ട് ഈ ലൂപ്പിൻ്റെ പുറത്തോട്ട് വരും. ഈ ലൂപ്പിൻ്റെ പുറത്ത് എന്തുണ്ട്, ഫിനിഷ്ഡ് എന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഫിനിഷ്ഡ് പ്രിൻ്റ് ആവും. അപ്പോൾ ഹായ് ഹലോ 5 തവണ വരും. പക്ഷേ അവസാനത്തെ തവണ എന്ത് സംഭവിക്കും, ഹായ് മാത്രമേ പ്രിൻ്റ് ചെയ്യുള്ളൂ, ഈ ഹലോ വരത്തില്ല. അതിന് പകരം എന്ത് ചെയ്യും, ഈ ലൂപ്പ് കഴിഞ്ഞാൽ അവസാനം പ്രിൻ്റ് ചെയ്യണ ഫിനിഷ്ഡ് വർക്ക് ആവുകയും ചെയ്യും. ഈ ബ്രേക്ക് കൂടെ ഇല്ലെങ്കിലോ ഹായ് ഹലോ 10 തവണ പ്രിൻ്റ് ചെയ്തിട്ട് അവസാനം ഫിനിഷ്ഡ് പ്രിൻ്റ് ചെയ്യും. ഇതായിരുന്നു വരേണ്ടിയിരുന്നത്. ബ്രേക്ക് വന്നപ്പോൾ എന്ത് സംഭവിച്ചു, ഹായ് 5 ആവുന്ന സമയത്ത് അവിടുന്ന് ബ്രേക്ക് ചെയ്ത് അവിടെ നിർത്തിയിട്ട് ലൂപ്പ് അവസാനിച്ചു, നിർത്തി. ഇനി അങ്ങോട്ട് മുകളിലെ താഴോട്ട് ലൂപ്പിൻ്റെ പുറത്തോട്ട് വരും. ഇതാണ് ബ്രേക്ക് ചെയ്ത് പുറത്തോട്ട് പോരാം. ഇനി നമുക്ക് കണ്ടിന്യൂ നോക്കാം. കണ്ടിന്യൂയുടെ കേസിൽ ഇതേ പ്രോഗ്രാം തന്നെയാണ്, അതായത് 10 തവണ പോകുന്ന അതേ പ്രോഗ്രാം തന്നെ, കണ്ടിന്യൂ മാത്രമേ അവിടെ മാറ്റുള്ളൂ. ഇവിടെ നമ്മൾ എന്ത് സംഭവിച്ചാണ്, ഹായ് പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ പക്ഷേ i5 ആവുന്ന സമയത്ത് കണ്ടിന്യൂ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. കണ്ടിന്യൂ ചെയ്യാന്ന് പറയുമ്പോൾ ഒറ്റ ചേഞ്ചേ ഉള്ളൂ, ഈ ലൂപ്പിലെ ബാക്കി സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും ആ ഒരു തവണ മാത്രം വർക്ക് ചെയ്യില്ല. നേരെ ഇങ്ങോട്ട് പോകും, ഇൻക്രിമെൻ്റ് i6 ആവും. 6 ലെസ് ദാൻ 10 ആണ്, കണ്ടീഷൻ ശരിയാണ്. അതിൻ്റെ പേരിൽ പ്രിൻ്റ് എഫിൽ വീണ്ടും ഹായ് പ്രിൻ്റ് ചെയ്യും. ഇത് വർക്ക് ചെയ്യത്തില്ല, അപ്പോൾ ഹലോ വർക്ക് ചെയ്യും. ഒരു തവണ മാത്രം ഈ ഹലോ എന്നുള്ള, അതായത് കണ്ടിന്യൂ കഴിഞ്ഞിട്ടുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് കിട്ടത്തില്ല എന്നേ ഉള്ളൂ. ബാക്കി എല്ലാ തവണയും കിട്ടും. അതായത് 10 തവണ ഹായ് ഹലോ എന്ന് പ്രിൻ്റ് ചെയ്യേണ്ട പ്രോഗ്രാമിൽ കണ്ടിന്യൂ വന്നുകൊണ്ട് 5ാമത്തെ തവണ ഹായ് മാത്രമേ വരുള്ളൂ, ഈ ഹലോ എടുക്കത്തില്ല. അതിന് പകരം അവിടെ കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ ലൂപ്പിൻ്റെ പുറത്തോട്ട് പോരുന്നില്ല, ലൂപ്പിൻ്റെ വർക്കിംഗ് നിർത്തുന്നില്ല. എന്ത് ചെയ്യും, ഹായ് ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യും, എന്നിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇത്രയേ ഉള്ളൂ കണ്ടിന്യൂ. ആ വേർഡിൽ തന്നെ ഉണ്ട് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഫിനിഷ്ഡ് എന്ന് പ്രിൻ്റ് ആവുകയും ചെയ്യും. അതെല്ലാ പ്രോഗ്രാമിൽസ് ലൂപ്പിൻ്റെ പുറത്താണ്, അതായത് ലൂപ്പിനായിട്ട് ബന്ധമില്ല, കണ്ടിന്യൂമായിട്ട് ബന്ധമില്ല, ബ്രേക്കുമായിട്ട് ബന്ധമില്ല. ഈ പ്രിൻ്റ് എഫിന് ഈ പ്രിൻ്റ് എഫ് ഇവിടെയാണ് ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലൂപ്പ് എൻഡ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ താഴെയാണ് ഫിനിഷ്ഡ് വരുന്നത്. അപ്പോൾ ഇതാണ് കണ്ടിന്യൂ നെയിമിൽ തന്നെ ഉണ്ട്, കണ്ടിന്യൂ ചെയ്യുക. അത് എവിടെ വരെ എത്തി അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്തിട്ട് വീണ്ടും ലൂപ്പ് ആദ്യം മുതൽ വീണ്ടും വർക്ക് ചെയ്യും. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ലൂപ്പിൻ്റെ പുറത്തോട്ട് എക്സിറ്റ് ചെയ്ത് പുറത്തോട്ട് പോരും. അപ്പോൾ ബ്രേക്കും കണ്ടിന്യൂ മനസ്സിലായത് വിചാരിക്കുന്നു. ഇത് രണ്ടിലും ഈ ഒരു പ്രോഗ്രാം ഒന്ന് ചെയ്ത് നോക്കുക. നമ്മൾ ഇത് ചെയ്തിട്ട് വീഡിയോ ചെയ്യുന്നില്ല. ഇത് ആരെങ്കിലും വേണമെന്ന് കമൻറ്റ് ചെയ്താൽ നമ്മൾ അപ്പോൾ വീഡിയോ ചെയ്തു തരും. അന്ന് സ്പോട്ടിൽ നമ്മൾ വീഡിയോ ചെയ്തു തരും. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. ഇനി ഇന്നത്തെ പ്രോബ്ലം തരികയാണ്. ഈ ഒരു സ്റ്റാർ നമ്മളിപ്പോൾ പ്രിൻ്റ് ചെയ്തില്ലേ, ഇത് നേരെ തിരിച്ചിടുക. ഫസ്റ്റ് റോയിൽ എത്ര റോ ആണ് പറഞ്ഞിട്ടുള്ളത് അത്രയും റോൻ്റെ സ്റ്റാറുകൾ എണ്ണം. അതായത് ഇപ്പോൾ 4 റോ ആണ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത്. 4 സ്റ്റാർ ഫസ്റ്റ്, പിന്നത്തെ റോയിൽ 3 സ്റ്റാർ, പിന്നെ 2 സ്റ്റാർ, പിന്നെ 1 സ്റ്റാർ എന്നുള്ള രീതിയിൽ കുറഞ്ഞു വരുന്ന രീതിയിലുള്ള ഒരു പ്രോബ്ലമാണ്. ഈ പ്രോബ്ലം ചെയ്തിട്ട് ആദ്യം കമൻറ്റ് ചെയ്യുന്ന ആൾക്ക് വീണ്ടും നമ്മളൊരു റിവാർഡ് ഉണ്ട്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് ആ പ്രോബ്ലം ചെയ്തിട്ട് അതിൻ്റെ കോഡ് എന്ത് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.